അൾട്ടിമേറ്റ്ലി ഒരു ഓൺടർപ്രണർക്ക് എന്താ വേണ്ടത്? ത്രില്ലാണ്. അൾട്ടിമേറ്റ് ത്രില്ല് എപ്പോഴും ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ അത് ലീഗലായിട്ട് ബിസിനസ് ചെയ്യുമ്പോഴാണ്. എന്താണ് സക്സസ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഡെഫിനിഷനുണ്ട്. എനിക്ക് പരിഹരിക്കാൻ പറ്റുന്ന എന്ത് പ്രോബ്ലമാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കി നടക്കുന്ന ഒരാളായിരിക്കണം ബിസിനസ്. അല്ലാതെ സക്സസ്ഫുൾ ആയ ബിസിനസ് ഏതാണ് ഇവിടെ, അത് കോപ്പി അടിക്കാം എന്ന് നോക്കി നടക്കുന്ന ആളാവരുത്. സക്സസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേജാണ്. പക്ഷെ അവിടെ കാലാകാലം നിലനിൽക്കാൻ പറ്റില്ല. അവിടെ അതിനേക്കാളും ബെറ്റർ ആയിട്ട് ഒരാൾ വരുന്നത് നമ്മൾ ഔട്ട്ഡേറ്റ് ആയി. ആ ഒരു അപമാനിക്കപ്പെടൽ ആണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ പ്രസംഗം പരിശീലിപ്പിച്ച ഒരു അക്കാഡമി റൺ ചെയ്യുന്ന ഒരാളൊക്കെ തന്നെ മാറ്റിയത്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് സെയിൽസ് ഒരു ആർട്ട് മാത്രമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ സെയിൽസ് പരാജയപ്പെടും. ഒരു സയന്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സിനെ ആർട്ടിസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് ഒരു സൂപ്പർ സെയിൽസ് ഉണ്ടാകുന്നത്. പലരും പണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം എപ്പോഴും എത്തിക്സ് കീപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. നമുക്ക് കുറച്ച് ഗ്രേ ഷെയ്ഡ്സ് ഒക്കെ അതിൽ വരും. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിലേ ഒരു സക്സസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ സത്യസന്ധമായിട്ട് മാത്രം മുന്നോട്ട് പോയാൽ നമ്മൾ താഴെ പോവുകയുള്ളൂ, അല്ലെങ്കിൽ ഫെയിലിയർ ആയി പോകും എന്നൊക്കെ ഉള്ളത് പല പ്രാവശ്യം പല ആൾക്കാർ പല ആവർത്തി പറയുന്നത് കേട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് ഇതൊരു ഫാക്റ്റുള്ള സംഭവമാണ്, അല്ലെങ്കിൽ ഫാക്ച്വൽ ആണോ, അതേ നമുക്ക് വാല്യൂ ബേസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോയാൽ സക്സസ് 100% നമുക്ക് ഉറപ്പാണോ? ഈ എത്തിക്കലായിട്ട് ജീവിക്കുക അതൊക്കെ ഓരോ വ്യക്തിയുടെയും ചോയ്സ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാൻ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് എത്തിക്കലായിട്ട് ചെയ്യുള്ളൂ എന്ന് ഞാൻ തീരുമാനിക്കുകയും എൻ്റെ ബിസിനസ് സക്സസ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സൊസൈറ്റിക്ക് അതിൻ്റെ ഒരു വാല്യൂ കിട്ടും. അത് വ്യക്തിപരമായ ചോയ്സാണ്. ചില ആളുകൾ എന്ത് ചെയ്താലും അതിനകത്ത് എന്തെങ്കിലും ക്രോക്കഡായി കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓൺടർപ്രണേഴ്സിനോട് പറയാവുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ കുറേ പൈസ ഉണ്ടാക്കാനുള്ളതല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി ചെയ്യണം. അൾട്ടിമേറ്റ്ലി ഒരു ഓൺടർപ്രണർക്ക് എന്താ വേണ്ടത്? ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് ആണ്, ത്രില്ലാണ് വേണ്ടത്. ത്രില്ലാണ്. അൾട്ടിമേറ്റ് ത്രില്ല് എപ്പോഴുണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ അത് ലീഗലായിട്ട് ബിസിനസ് ചെയ്യുമ്പോഴാണ്, എത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ എത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ലീഗലായിട്ട് കാര്യങ്ങൾ ചെയ്യും. അതിൽ പരാജയപ്പെടാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കണം. മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്തിക്കലല്ല ലീഗലല്ല എങ്കിൽ ഒരു പരിധി വിട്ട് ഗ്രോ ചെയ്യാൻ പറ്റില്ല. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നതും. ഞാൻ എൻ്റെ കൂടെ വരുന്ന ആളുകളെ ഞാൻ അതിലേക്കാണ് ഗൈഡ് ചെയ്യുന്നത്. പിന്നെ അത് ഓരോരുത്തരുടെയും ചോയ്സാണ്. അപ്പോൾ ടാക്സ് അടക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നല്ല വൈറ്റിൽ തന്നെ കറക്റ്റ് പോവുക, അതല്ലാത്ത രീതികൾ ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണേലും വളരാം. ചിലപ്പോൾ 50% കിട്ടുന്നത് അല്ലെങ്കിൽ 40% കിട്ടുന്നത് 20% കിട്ടുക. ബട്ട് ആ 20% ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടെന്നേ. ഉറങ്ങാനൊരു പ്രശ്നം വരില്ല. ED വരുമെന്ന് പേടിക്കണ്ട, ടാക്സ് വരുമെന്ന് പേടിക്കണ്ട, പീസ്ഫുള്ളായിട്ട് ഉറങ്ങാം. ഞാൻ എൻ്റെ ലൈഫിൽ കാണുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 9:30 മണിക്ക് കിടക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ഹാപ്പി ആയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റണം. എൻ്റെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടി ഞാൻ ചെയ്യില്ല. ഞാൻ അത് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അത് കാരണം നമ്മൾ കുറേ പൈസ ഉണ്ടാക്കി, നമ്മൾ പ്രഷറിൻ്റെ ഗുളികയും അടിച്ച് കയറ്റി കുറേ അവിടെയും ഇവിടെയും എന്തിനാ അതൊക്കെ? അത്രയും പൈസ എന്തിനാ? അത്രയും പൈസ വേണ്ടെന്ന് തന്നെ അഭിപ്രായം. നമുക്ക് ജീവിക്കാനുള്ളത് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള പൈസ വേണം. നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റും സർവീസും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വാല്യൂ. ഇപ്പോൾ ആപ്പിൾ എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് നമ്മളെല്ലാവരും ഉപയോഗിക്കുമ്പോൾ അതിലൂടെ കിട്ടുമ്പോൾ അതിൻ്റെ ഫൗണ്ടർക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ്, അതാണ് ഒന്നാമത്തെ സംഗതി. അതിനാവശ്യമായ പൈസയൊക്കെ ഉണ്ടായിക്കോളും, അതാണ് എൻ്റെ വിശ്വാസം. രണ്ടാമത്തെ, നമുക്ക് കുറേ നല്ല ക്വാളിറ്റിയുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുക. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ടാക്സ് കൊടുത്തൊക്കെ പങ്കാളിയാവാൻ പറ്റുക. ഇതൊക്കെ പറ്റുമെങ്കിൽ ഇതന്നെയല്ലേ ത്രില്ലായിട്ടുള്ള കാര്യം. അപ്പോൾ എത്തിക്കലായിട്ട് കിട്ടുന്നത് മതി എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ എന്നെ ഇൻസ്പയർ ചെയ്തൊരു വാക്കാണ് നമ്മുടെ ID മുസ്തഫയുടെ ID ഫ്രഷിൻ്റെ ഫൗണ്ടറായിട്ടുള്ള മുസ്തഫ സാറിൻ്റെ ഒരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തായിരുന്നു. കാരണം അവർ ബാംഗ്ലൂർ ബിസിനസ് ഇങ്ങനെ കൊണ്ടുപോകുന്നതിനിടയിൽ ബിസിനസ് ഇങ്ങനെ പൊട്ടി സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പക്ഷേ കേട്ടിട്ടുണ്ടോ അല്ലേ? അപ്പോൾ അവർക്കൊരു ഓർഡർ കിട്ടുന്നു നമ്മുടെ മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ ഭയങ്കര എല്ലാവരും സന്തോഷമായി. കാരണം ആ ഫണ്ട് എന്ന് പറയുന്ന സമയത്ത് വലിയ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഭയങ്കര പ്രചോദനമുള്ള സാധനം. പക്ഷെ അവരത് വേണ്ടെന്ന് വെക്കുകയാണ്. കാരണം ഈ സാധനം ബാറിൽ ടച്ചിങ്സ് ആയിട്ട് കൊടുക്കാനാണ്. ഇപ്പം ഞങ്ങളുടെ പ്രൊഡക്റ്റ് ബാറിലേക്ക് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഗഡ്സ് ഉണ്ടല്ലോ, അത് തന്നെയാണ്. നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്ന ലാഭം മതിയെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടും. ഇത് പറ്റിച്ചാലേ നടക്കൂ, ടാക്സ് വെട്ടിച്ചാലേ നടക്കൂ, ആളുകളെ പറ്റിച്ചാലേ നടക്കൂ എന്നൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്കുള്ള വഴി തന്നെ എത്തിപ്പെടും. ബിസിനസ്സിൽ ഇപ്പോൾ വിജയിച്ചേക്കാം, വലിയ ബ്രാൻഡായേക്കാം. അതിനും അപ്പുറത്ത് ബിസിനസ് വിജയിക്കുന്നതോടൊപ്പം തന്നെ ഹാപ്പി ആയിട്ട് വാല്യുബിളായിട്ട് ജീവിക്കുക എന്നുള്ളതും കൂടെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പ്രയോറിറ്റി
ഹാപ്പി ആയിട്ട് ഉറങ്ങണം. റൈറ്റ്. ആ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്ന ഒരു ബിസിനസ്സും ഞാൻ ചെയ്യില്ല. അത് ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ ചെയ്യില്ല. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ലിക്കർ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഈ വെട്ടിപ്പലിശ പോലുള്ള പരിപാടികൾ അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആളുകളൊന്നും ഞങ്ങൾ എന്ത് ചെയ്യാറില്ല, കൊണ്ടുവരാറുമില്ല. സമൂഹത്തിന് സൊസൈറ്റിക്ക് വാല്യൂ കൊടുക്കുന്ന അങ്ങനത്തെ ബിസിനസ്സിന് ഞങ്ങൾ കൺസൾട്ട് ചെയ്യാറുമില്ല. അപ്പോൾ വാല്യൂ ബേസ്ഡ് ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇക്കഴിഞ്ഞ ഒക്ടോബർ 9 നമ്മൾ വിട്ടുപോയ ശ്രീ രത്തൻ നാവൽ ടാറ്റ, അദ്ദേഹത്തെക്കുറിച്ച് ഒരിക്കലും പറയാതെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റില്ല. അതായത് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇന്ത്യ കണ്ടതിൽ ഏറ്റവും മൂല്യങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്തൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ നമ്പർ 1 എന്നുള്ളൊരു പട്ടികയിലൊന്നും എത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹം നമ്മുടെ ഇന്ത്യക്കാരുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു വാല്യൂ ബേസ്ഡ് ബിസിനസ്സിന്റെ നമ്പർ 1 എന്നുള്ള സ്ഥാനത്ത് ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ, അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ലൈഫിലൂടെ നമ്മൾ ഓൺട്രപ്രണേഴ്സിന് നൽകിയ ഒരു സന്ദേശം എങ്ങനെയാണ് അതിനെ നോക്കി? ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് അതിനെ പറയാമെന്ന് വിചാരിക്കുന്നത്. സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ കമ്പനികൾ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാറ്. അത് വിറ്റ് തുലയ്ക്കുന്നു, അത് അവർക്ക് കൊടുക്കുന്നു പറഞ്ഞിട്ട് വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവും. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു കമ്പനി ആയിരുന്നു എയർ ഇന്ത്യ. ദേശസാൽക്കരണത്തിലൂടെ ഏറ്റെടുത്താണെങ്കിൽ പോലും ഇന്ത്യൻ ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുന്ന ഏറ്റവും വലിയ കമ്പനി. കാരണം നാഷണൽ കാരിയറാണ്. ഒരു കാലത്ത് അത് ഒരു പ്രീമിയം എയർലൈൻ ആയിട്ട് പേരെടുത്ത കമ്പനിയായിരുന്നു. ഇടക്കാലത്ത് പിന്നെ മിസ്മാനേജ്മെന്റ് ഒക്കെ എയർ ഇന്ത്യ കുറിച്ച് താഴെ പോയെങ്കിലും എയർ ഇന്ത്യ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു വലിയൊരു അഭിമാനകരമായിട്ടുള്ളൊരു പബ്ലിക് കമ്പനി തന്നെയായിരുന്നു. ആ കമ്പനി ഗവൺമെന്റ് വിൽക്കാൻ തീരുമാനിച്ച സമയത്ത് അത് ടാറ്റയാണ് ഏറ്റെടുക്കാൻ പോകുന്നതെന്ന് കണ്ടപ്പോൾ ഒരാളും പ്രതിഷേധിച്ചില്ലെന്ന് മാത്രമല്ല, എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ടാറ്റ ഏറ്റെടുക്കുന്നതിന് ആളുകൾ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തു. ആളുകൾക്ക് അറിയായിരുന്നു ഒരു പക്ഷേ ഗവൺമെന്റിനേക്കാളും നന്നായിട്ട് എയർ ഇന്ത്യ കൊണ്ടു നടക്കുന്നത് ടാറ്റയാണ്. അയാളൊരു മൂല്യമുള്ള മനുഷ്യനാണ്. എക്സാക്ട്ലി. ടാറ്റ ഒരിക്കലും രാജ്യത്തിന് ഹിതകരമല്ലാത്തൊരു ബിസിനസ് ചെയ്യില്ല എന്ന് വിശ്വാസമുണ്ട്. അവർ പല ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആളുകളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന, രാജ്യത്തിന് ഹിതകരമായ ഒരു ബിസിനസ്സിലും ഇല്ല. ടാറ്റ ഒരു ആഗോള കമ്പനിയാണ്. ഒരുപാട് രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് ഉണ്ട്. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ ഇന്ന് ലോകത്തിലെ ലക്ഷറി കാർ ബ്രാൻഡുകളായിട്ടുള്ള ലാൻഡ് റോവറിൻ്റെയും ജാഗ്വറിൻ്റെയും ഓണർ ടാറ്റയാണ്. ടാറ്റ എന്ന് പറയുന്ന കാറും ഇന്ന് ഒരു ആഗോള ക്വാളിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരുപാട് അഭിമാനിക്കേണ്ട. പക്ഷെ അപ്പോൾ പോലും അവർ കുറേ ബിസിനസ്സുകൾ ചെയ്യുന്നില്ല. അത് അവർ കീപ്പ് ചെയ്യുന്ന വാല്യൂ തന്നെയാണ്. അപ്പം ആ പറയുന്ന അംഗീകാരം തന്നെയാണ്. കാരണം ഗവൺമെന്റിനേക്കാളും എയർ ഇന്ത്യ കൊണ്ട് നടക്കാൻ ടാറ്റയെ ജനങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ അദ്ദേഹം കീപ്പ് ചെയ്ത മൂല്യങ്ങളുടെ റിഫ്ലക്ഷൻ തന്നെയാണ് ജനങ്ങൾക്കിടയിൽ ആ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയെടുത്ത. കാരണം ടാറ്റയോട് മറ്റൊരു ബിസിനസ് ഗ്രൂപ്പിനോടുള്ള ഒരു അമർഷമോ വെറുപ്പോ ജനങ്ങൾക്കിടയിൽ ഇല്ലാത്തത് ടാറ്റ മൂല്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ബിസിനസ് എൻവയോൺമെന്റിൽ ഇപ്പോൾ പലർക്കും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ആൾക്കാരും അവരുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ എന്താ പറയുക ലൈഫിലേക്കും അവരുടെ പ്രൊഫഷണൽ കാര്യങ്ങളിലേക്കും ഒരുപാട് ഫോക്കസ് ചെയ്യുന്നത്. കോമ്പറ്റീറ്റേഴ്സ് അവരെന്താ ചെയ്യുന്നത്, അവരുടെ പ്ലാൻ എന്താണ്, അങ്ങനെ പലർക്കും അബദ്ധം പറ്റിയിട്ടുമുണ്ട്. അതായത് അത് നോക്കി ഇരുന്നിട്ട് ഇവരുടെ ബിസിനസ് താഴെ പോയിട്ടുള്ള അവസ്ഥകളുമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? നമ്മളൊരു കോമ്പറ്റീറ്റേഴ്സിന് കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത എത്രത്തോളം വരെ നമുക്ക് ആകാം? ഒരു ബിസിനസ്സിനെ സക്സസ്ഫുൾ ആക്കുന്നതിൽ കുറേ ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വാല്യൂ ഇന്നൊവേഷൻ. ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള, സൊസൈറ്റിക്ക് വാല്യൂബിൾ ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റോ സർവീസോ കൊടുക്കുമ്പോഴേ നമുക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവുള്ളൂ. വാല്യൂ ഇന്നൊവേഷൻ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് വാല്യൂ ഇന്നൊവേഷൻ ഉണ്ടാകുന്നത്. ഒന്ന്, നിങ്ങളുടെ പ്രോഡക്റ്റ് വ്യത്യാസമുള്ളതായിരിക്കണം. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ലൈഫ് നിലവിലുള്ള പ്രോഡക്റ്റിനേക്കാളോ നിലവിലുള്ള സർവീസിനേക്കാളോ ഈസ് ആക്കുന്നതായിരിക്കണം, എളുപ്പമാക്കുന്നതായിരിക്കണം. രണ്ട്, വില കുറഞ്ഞായിരിക്കണം, മറ്റുള്ളവർക്കാളും വില കുറഞ്ഞതായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോഴാണ് പ്രോഡക്റ്റ് നമുക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് മാർക്കറ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഡക്റ്റ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള പ്രോഡക്റ്റ് ആക്കുക എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സുകാരൻ്റെയും പ്രൈമറി ലക്ഷ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ടൂൾസുകൾ നമ്മൾ ചെയ്യാനുണ്ട്, കുറേ ടൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് പഠിക്കുക, കസ്റ്റമർ ബിഹേവിയറിലുള്ള മാറ്റങ്ങൾ അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ സെഗ്മെൻറ്റിനെ കുറിച്ച് കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കുക, ബൗണ്ടറി എക്സ്പാൻഡ് ചെയ്യുക, പുതിയ പ്രോഡക്റ്റിൻ്റെ ഇന്നോവേഷൻസ് ഒരു വശത്ത് നടക്കുക, R&D പ്രോപ്പറായിട്ട് നടക്കുക. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെയുള്ള ഒരു ഭാഗമാണ് കോമ്പറ്റീറ്റർ സ്റ്റഡി. കോമ്പറ്റീറ്റർ പഠിക്കണം. അത് കോമ്പറ്റീറ്റർ ചെയ്യുന്ന പോസിറ്റീവും കോമ്പറ്റീറ്റർ ചെയ്യുന്ന നെഗറ്റീവും പഠിക്കണം. കോമ്പറ്റീറ്ററുടെ ഏറ്റവും മാർക്കറ്റുള്ള പോസിറ്റീവായ സംഗതികൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും ബെസ്റ്റായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. കോമ്പറ്റീറ്റർ വീക്ക്നെസ് പഠിച്ചു കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടും. അല്ലാതെ കോമ്പറ്റീറ്ററിൽ തന്നെ ഫോക്കസ് ചെയ്ത് കോമ്പറ്റീറ്റർ മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് കോമ്പറ്റീറ്റർക്ക് അപ്പുറത്തേക്ക്
വളർത്താൻ നമ്മൾ മറന്നു പോകും. യെസ്. അപ്പോൾ അതൊരു സ്റ്റഡിയാണ്, ഒരു പാർട്ടാണ് കോമ്പറ്റീറ്റർ അനാലിസിസ്. പക്ഷെ കോമ്പറ്റീഷൻ നോക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇവരാരും കളിക്കാത്ത ഐറ്റംസുമായിട്ട് വരാനുള്ള പഠനങ്ങൾ അപ്പുറത്തും നടക്കണം. അത് ഒരു ടൂളാണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല, അത് ചെയ്യണം. പക്ഷെ അത് മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ കൂട്ടി. ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ അല്ല കൊടുക്കേണ്ടത്. നേരെ മറിച്ച് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആയിരിക്കണം അല്ലേ ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർ നൽകേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല, അതായത് ഓൺടർപ്രണർ ഷുഡ് ബി എ പ്രോബ്ലം സോൾവർ അല്ലേ? ഡെഫിനറ്റ്ലി അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് കൂടുതൽ? ഇപ്പം നമ്മുടെ നാട്ടിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ ഈ കുറേ സംരംഭകർ പുതുതായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും വളരെ മോശമായ ചില പ്രവണതകൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം, ഒരാളൊരു ബിസിനസ് ഒരു സ്ഥലത്ത് തുടങ്ങി സക്സസ് ആയാൽ പിന്നെ നിങ്ങൾ കാണാൻ കഴിയുന്നത് ആ ബിസിനസ്സിൻ്റെ മോഡൽ കോപ്പി അടിച്ച് അതങ്ങോട്ട് വലിച്ച് വാരിയിട്ടിട്ട് എല്ലാ ബിസിനസ്സും നശിപ്പിക്കുന്ന ഒരു സിനാരിയോ ഉണ്ട്. ഒരു പക്ഷേ അവരുടെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഒന്ന് നിങ്ങളും വളരില്ല, മറ്റുള്ള ഒരാളെ നശിപ്പിക്കുകയും ചെയ്യണം. ആ മോഡൽ നമുക്ക് എടുക്കാം, പക്ഷെ അതിനേക്കാളും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് വ്യത്യസ്ത രീതി അവലംബിക്കുകയോ, അതായത് പ്രൊഡക്റ്റിൽ ഇന്നോവേഷൻ കൊണ്ടുവരിക, പ്രോസസ്സിൽ ഇന്നോവേഷൻ കൊണ്ടുവരിക ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുവെങ്കിൽ ഒരാൾ സക്സസ് ആയതുകൊണ്ട് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല, നിങ്ങൾക്കൊരു ബിസിനസ് പ്ലാനും ഇല്ല. അപ്പോൾ നിങ്ങളിങ്ങനെ പോകുന്നതിനിടയിൽ ഒരാളൊരു സക്സസ്ഫുള്ളായി ബിസിനസ് നടത്തുന്നു, റെസ്റ്റോറൻറ്റ് നടത്തുന്നു, ആഹാ എന്നാൽ പിന്നെ എനിക്ക് തുടങ്ങിക്കളയാം. അല്ലെങ്കിൽ ഒരാളൊരു ടർഫ് ഗ്രൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു, എന്നാൽ പിന്നെ ഞാൻ ടർഫ് തുടങ്ങിക്കളയാം. അപ്പുറത്തൊരു ചപ്പാത്തി കമ്പനി തുടങ്ങിയിരിക്കുന്നു, എന്നാൽ പിന്നെ ഞാൻ ചപ്പാത്തി കമ്പനി തുടങ്ങിക്കളയാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങരുത്. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ, മറ്റൊരാൾ സക്സസ് ആയി എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ കുറേ പൈസ ഉണ്ടാക്കാനുണ്ടെന്ന് വിചാരിച്ചിട്ടോ ഒരിക്കലും ഇറങ്ങരുത്. അത് ഒരു മാർക്കറ്റിൽ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തിരിച്ചറിയുകയും അതിന് നല്ല ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് നിങ്ങളുടെ കയ്യിൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്താൽ മാത്രം നിങ്ങൾ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങുക. കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ്. നമ്മളിന്ന് ഉപയോഗിക്കുന്ന എല്ലാം ഒരു സൊല്യൂഷനാണ്. ഈ ക്യാമറയും ലൈറ്റും ഒക്കെ ഒരു സൊല്യൂഷനാണ്. അതൊരു സൊല്യൂഷൻ ആകുമ്പോൾ മാത്രമേ അതിന് ലൈഫുള്ളൂ. നേരെ മറിച്ച് മറ്റൊരാൾ തുടങ്ങിയതുകൊണ്ട് ഞാനും തുടങ്ങുന്നു എന്ന രീതിയിൽ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരാജയപ്പെടും. അപ്പോൾ മാർക്കറ്റിൽ ചിലപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ അത് വരും. വേണ്ടത്ര ക്വാളിറ്റി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ മറ്റൊരാൾ തുടങ്ങി വിജയിപ്പിച്ചു കൊണ്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായി വിഷൻ ഉണ്ടാവില്ല, മിഷൻ ഉണ്ടാവില്ല, ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു എനർജി ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അതിൻ്റെത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അപ്പം ബിസിനസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏതൊരു ബിസിനസ്സും അതൊരു സൊല്യൂഷൻ ആവണമെങ്കിൽ ഒരു പ്രോബ്ലത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആരാണ് ഒരു ബിസിനസ്സുകാരനെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാം, ഒരു സഞ്ചാരിയെ പോലെയാണ് ഒരു ബിസിനസ്സുകാരൻ. ഒരു സഞ്ചാരി ഒരു വിദേശ യാത്രക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ അവിടെയുള്ള ആളുകളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. അവിടെയുള്ള ആളുകളെ കാലിലെ ചെരുപ്പ് നോക്കും, അവരിട്ടിരിക്കുന്ന വസ്ത്രം നോക്കും, അവർ കഴിക്കുന്ന ഭക്ഷണം നോക്കും. ഞാനത് നന്നായിട്ട് നോക്കുന്നതാണ്. അവർ ജീവിത രീതി, അവർ കല്യാണം കഴിക്കുന്ന അവരെ കല്യാണം, അവരുടെ ആചാരങ്ങൾ, അവരുടെ കുടുംബം, ഇത് കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യണം. എല്ലാം നമ്മൾ നോക്കും. എന്നാൽ നമ്മൾ ഈ കൊച്ചി കോഴിക്കോട് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ആരെങ്കിലും കാലിലേക്ക് നോക്കാറുണ്ടോ? കാരണം അത് നമ്മൾ യൂസ്ഡ് ആയതുകൊണ്ട് നമ്മളത് എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല. പക്ഷെ അവിടെയുള്ള ഓരോ കാര്യം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും. ആ സഞ്ചാരിയെ പോലെയാണ് ഒരു ബിസിനസ്സുകാരൻ തനിക്ക് ചുറ്റുമുള്ള പ്രോബ്ലം തിരഞ്ഞു നടക്കുന്ന ആളായിരിക്കണം. എന്ത് പ്രോബ്ലമാണ് ഇവിടെയുള്ളത്, എനിക്ക് പരിഹരിക്കാൻ പറ്റുന്ന എന്ത് പ്രോബ്ലമാണ് ഇവിടെയുള്ളത് എന്ന് നോക്കി നടക്കുന്ന ഒരാളായിരിക്കണം ബിസിനസ്സുകാരൻ. അല്ലാതെ സക്സസ്ഫുൾ ആയ ബിസിനസ് ഏതാണ് ഇവിടെ, അത് കോപ്പി അടിക്കാം എന്ന് നോക്കി നടക്കുന്ന ആളാവരുത്. നിങ്ങൾക്ക് പരിഹരിക്കാനുള്ളൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനുള്ള നല്ല പരിഹാരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു ബിസിനസ് ആക്കി എടുക്കുക. അത് നന്നായിട്ട് പഠിക്കുക, പ്രോബ്ലത്തെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ബിസിനസ്സുകളെ വിജയിക്കൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് പല ബിസിനസ് നമുക്ക് കാണാം, ഓയോ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇപ്പം ഇന്റർനാഷണലി ഓൾറെഡി ചിലപ്പോൾ ഒരു മോഡൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, സക്സസ്ഫുൾ ആയൊരു പ്രോബ്ലം പരിഹരിച്ചിട്ടുണ്ടാവും. ഇന്ത്യയിൽ ആ പ്രോബ്ലം പരിഹരിച്ചിട്ടില്ല എങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് അത് തുടങ്ങാം. പക്ഷെ അതിന് കോപ്പി ആവണം എന്നുള്ളതല്ല, കോപ്പി ആയാലും ഇല്ലെങ്കിലും അതൊരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആവണം. ആ പ്രോബ്ലം ഇല്ലാത്തടത്ത് പോയിട്ട് നിങ്ങൾ വെറുതെ ഒരു ബിസിനസ് മോഡൽ തുടങ്ങി കഴിഞ്ഞാൽ വിജയിക്കേണ്ട സാധ്യത കുറവായിരിക്കും. അതുപോലെ അങ്ങ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്നത് ആദ്യത്തെ ചുവടുവയ്പ്പിലാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ്, പിന്നീട് അങ്ങോട്ട് കുറച്ച് ഈസി ആയിരിക്കും എന്നുള്ളത് അല്ലേ? അതെ.
ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിലെ ഒരു യങ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഡയറക്ടർ പ്രൊഡ്യൂസറൊക്കെ ആയിട്ടുള്ള ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, ഈ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് എത്തിപ്പെടുന്നതിലല്ല, അത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. എത്തിപ്പെട്ടിടത്ത് നിലനിൽക്കാനും അവിടെ നിന്നുകൊണ്ടുള്ള ആ ജേണി എൻഹാൻസ് ചെയ്യുകയാണ് ഏറ്റവും ടഫസ്റ്റ് ടാസ്ക് എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. സോ ആ ഒരു പശ്ചാത്തലത്തിൽ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങ് പറഞ്ഞതുമായിട്ട് ഉള്ള ഒരു കമ്പാരിസൺ ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ നിലപാടിനെ കാണുന്നത്? ഇത് രണ്ടും ശരിയാണ്. അതായത് ഇപ്പം നമ്മൾ ഇത് സിനിമേനെ എടുക്കാം, കുറേ ആളുകൾ ഇങ്ങനെ വന്ന് ഏർലി സക്സസ് ഉണ്ടാക്കി പോയിട്ടുണ്ട്. പക്ഷേ ഒരു വൺ നൈറ്റ് സക്സസ് അല്ലെങ്കിൽ ഓവർ നൈറ്റ് സക്സസ് ഒക്കെ ഉണ്ടാക്കുക ഭാഗ്യം കൊണ്ടൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കും. എന്നാൽ പോലും നമ്മളൊരു മിഷനിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആദ്യം നമുക്കൊന്നും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ലോണം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, അതൊന്ന് ക്ലച്ച് പിടിക്കാൻ. പക്ഷേ മിക്കവാറും ആളുകൾ പെടുന്നത് എന്താ വെച്ചാൽ ഏർലി അല്ലെങ്കിൽ ലെവൽ 1 ലെവൽ 2 സക്സസ്സിൽ അങ്ങ് മതി മറന്നു. സക്സസിൻ്റെ ഡെഫിനിഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. എന്താണ് സക്സസ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഡെഫിനിഷനുണ്ട്. ഇപ്പോൾ ഒരു മോട്ടിവേഷൻ സ്പീക്കർ അല്ലെങ്കിൽ ഒരു ബിസിനസ് കോച്ച് എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഒരു ഞാൻ ആദ്യകാലത്തെടുത്ത അത്രയും എഫേർട്ട് ഞാൻ ഇന്ന് എടുക്കുന്നില്ല. കാരണം ഇന്നത് എടുക്കാൻ കുറേയൊക്കെ അത് ബൈപ്പാസ് ചെയ്യാൻ കുറേ ടീമൊക്കെ ആയി. എനിക്ക് അന്ന് 16 മണിക്കൂർ, എനിക്ക് തോന്നുന്നു രാവിലെ 16 മണിക്കൂറും 18 മണിക്കൂറൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പണിയെടുത്തിട്ടുണ്ട്. കാരണം അത്രയും ടീമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ആ ഒരു ഘട്ടം എത്തി, ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു, റവന്യൂ കൃത്യമായിട്ട് വരുന്നൊരു സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ അത്രയും എടുക്കുന്നില്ലെങ്കിൽ പോലും ഇന്ന് ഞാൻ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇന്നലത്തതിനേക്കാളും ബെറ്റർ ആകാൻ വേണ്ടിയിട്ടാണ്. മുമ്പ് ഞാൻ തുടങ്ങാനാണ് കഠിനാധ്വാനം ചെയ്തതെങ്കിൽ, ഫസ്റ്റ് സ്റ്റേജ് സക്സസ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ ക്ലാസ്സുകൾ കഴിഞ്ഞ വർഷം എടുത്തതിനേക്കാളും ഇമ്പ്രൂവ് ആക്കണം. ഈ വർഷം എൻ്റെ റവന്യൂ കഴിഞ്ഞ മാസത്തതിനേക്കാളും ഇമ്പ്രൂവ് ആക്കണം. അത് നമ്മളുടെ അച്ചീവ്മെൻറ്റുകളെ നമ്മൾ തന്നെ തോൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ആക്ച്വലി സക്സസ്. iPhone 16 ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത്. ആ 16 ഇറങ്ങുന്ന ദിവസം തന്നെ 16Xൻ്റെ എക്സ്പയറി ഡേറ്റും കൂടെ ആര് സെറ്റ് ചെയ്തിട്ടുണ്ടാവും? ആപ്പിൾ കമ്പനി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു സെർട്ടൻ ഡേറ്റ് കഴിഞ്ഞാൽ 16 വില ഉണ്ടാവാൻ പാടില്ല, ആളുകൾ അത് ചോദിച്ചു വരാൻ പാടില്ല, അത് തല്ലിപ്പൊളി സാധനമാവണം, അത് മാർക്കറ്റിൽ നിന്ന് എടുത്ത് എറിയപ്പെടണം. അങ്ങനെ എറിയപ്പെടണമെങ്കിൽ എന്തുണ്ടാവണം? അതിനേക്കാളും ബെസ്റ്റായിട്ടുള്ള 17 ഇറങ്ങണം. നേരെ മറിച്ച് 16 വലിയ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു, വലിയ രീതിയിൽ കച്ചവടം നടന്നു. എന്നാൽ പിന്നെ ഇനി കുറേ കാലം 16 വിറ്റ് കളയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഔട്ട്ഡേറ്റ് ആയിപ്പോൾ. അംബാസഡർ വലിയ സക്സസ്ഫുൾ സാധനം തന്നെയായിരുന്നു, ഇന്ന് അംബാസഡർ ഇല്ല. എന്താ വെച്ചാൽ അപ്ഡേഷൻ ഉണ്ടാവാൻ. അപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റ് ആവും. സക്സസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേജാണ്, പക്ഷെ അവിടെ കാലാകാലം നിലനിൽക്കാൻ പറ്റില്ല. അവിടെ അതിനേക്കാളും ബെറ്റർ ആയിട്ട് ഒരാൾ വരുന്നത് നമ്മൾ ഔട്ട്ഡേറ്റ് ആയി പോകും. പക്ഷേ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഒരു പക്ഷേ അത്രയോളം എഫേർട്ട് എടുക്കേണ്ടി വരില്ല എങ്കിൽ പോലും നമ്മൾ അപ്ഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ നിരന്തരമായിട്ട് ഫോക്കസ്ഡ് ആയിരിക്കേണ്ടി വരും. ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാലിനൊക്കെ നമ്മൾ കാണുന്നത് തന്നെയാണ്. ഒരുപാട് ആളുകൾ വന്നു പോയെങ്കിൽ പോലും കഴിഞ്ഞ 40 കൊല്ലമായിട്ട് 40-45 കൊല്ലമായിട്ട് അവർ ഇൻഡസ്ട്രി ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ടുള്ള കഠിനാധ്വാനവും നിരന്തരമായിട്ട് അവരെ തന്നെ പരിപോഷിപ്പിച്ചെടുക്കാനുള്ള പഠനങ്ങളും റിസർച്ചുകളും ഒക്കെ തന്നെയാണ് അത് എത്തി നിൽക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും എടുത്തെറിയപ്പെടും. സോ രണ്ടും പ്രധാനമാണ്. ഇനീഷ്യൽ സ്റ്റേജിന്റെ എഫേർട്ട് തീർച്ചയായിട്ടും നമ്മൾ ഫെമിലിയർ ആവും. അപ്ഡേഷൻ പിന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടത്തും. പക്ഷെ ആളുകൾ പരാജയപ്പെടുന്നതെന്ന് വെച്ചാൽ മടിയന്മാരായിട്ട്, അല്ലെങ്കിൽ ആ സക്സസിന്റെ കംഫർട്ടിൽ അവർ കുരുങ്ങിക്കിടക്കുന്നുണ്ട്. പൃഥ്വിരാജ് സെക്കൻഡ് സ്റ്റേജിൽ പറഞ്ഞത് കംഫർട്ട് സോൺ കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ സെയിൽസിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും സെയിൽസ് എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് ഒരു ആർട്ടാണല്ലേ, അതിൻ്റെ പുറകിലൊരു കല അല്ലേ. അപ്പോൾ ഒരു സെയിൽസ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ, അയാളൊരു കറക്റ്റ് ഒരാളിൻ്റെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും കൂടെ അല്ലേ നമ്മൾ മറ്റൊരാളുടെ ഒരു മനസ്സ്, ഇപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് ട്രെയിനർ കൂടെയാണ്. അപ്പോൾ ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു ഈ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് വന്നതുകൊണ്ടാണോ അങ്ങനെ ഒരു മൈൻഡ് ട്രെയിനർ എന്നുള്ള രീതിയിലേക്കും കൂടെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ മൈൻഡ് ട്രെയിനർ എന്ന് പറയുന്നത് ആക്ച്വലി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് അയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ, അയാൾ പെർമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ മൈൻഡിന് കൃത്യമായുള്ള കമാൻഡുകൾ കൊടുത്തുകൊണ്ട് അയാൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ആരെയും മാറ്റിയെടുക്കാം. ബട്ട് പെർമിഷൻ ഈസ് റിക്വയർഡ്. അപ്പോൾ
നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നത് കമാൻഡുകളാണ്. നമ്മൾ ഇൻറ്റേർണലി കൊടുക്കുന്ന കമാൻഡുകളും എക്സ്റ്റേണൽ കമാൻഡുകളും. നമ്മളോട് നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ കൂട്ടുകാരോ ടീച്ചർമാരൊക്കെ പറയും നീ രക്ഷപ്പെടില്ലടാ എന്ന് കമാൻഡാണ്. ആ കമാൻഡ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് അതുപോലെ തന്നെ ഫീഡ് ചെയ്യപ്പെടുമ്പോൾ നമ്മളൊന്നും ആവാതെ പോകുന്നുണ്ട്. ചില ആളുകൾ അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് ഇൻറ്റേർണലി പറയും അങ്ങനെ പറഞ്ഞു, എന്നാൽ ഞാനത് കാണിച്ചു തരും, ഞാൻ സൂപ്പർ സ്റ്റാർ ആകും. നമ്മൾ അതിന് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മളൊരു കമാൻഡ് കൊടുക്കുക. റിബലായിട്ടല്ലേ? നമ്മളൊരു കമാൻഡ് കൊടുക്കുക. ഏത് കമാൻഡാണോ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്, ആ കമാൻഡിനനുസരിച്ചാണ് നമ്മൾ ആയിത്തീരുക. ആ ഒരു എസെൻസ്, അതിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ട് ഞാൻ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനിലാണല്ലോ കരിയർ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഉപയോഗിച്ചൊരു ടേമാണ് മൈൻഡ് ട്രെയിനർ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മൈൻഡിനെ കൃത്യമായിട്ടും നമ്മൾക്ക് തന്നെ നമ്മുടെ ഓൺ മൈൻഡിനെ ട്രെയിൻ ചെയ്യാം. മറ്റൊരാൾ പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ അയാളെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. സെയിൽസിലും തീർച്ചയായിട്ടും ഈ മൈൻഡിനെ കുറിച്ചുള്ള അറിവ് ഇമ്പോർട്ടൻ്റ് ആണ്. സെയിൽസ് ഒരു ആർട്ട് മാത്രമല്ല, അതിനൊരു സയൻസും കൂടെ ഉണ്ട്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് സെയിൽസ് ഒരു ആർട്ട് മാത്രമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ സെയിൽസ് പരാജയപ്പെടും. കാരണം സെയിൽസിൽ ഒരു സീക്വൻസ് ഉണ്ട്. സെയിൽസിൽ ആദ്യം ചെയ്യേണ്ട കാര്യം, രണ്ടാമത് ചെയ്യേണ്ട കാര്യം, മൂന്നാമത് ചെയ്യേണ്ട കാര്യം, അവസാനം ചെയ്യേണ്ട കാര്യം, അങ്ങനെ ആ സീക്വൻസ് ഫോളോ ചെയ്യുന്നത് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സിനെ ആർട്ടിസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് ഒരു സൂപ്പർ സെയിൽസ് ഉണ്ടാകുന്നത്. ലൈക്ക് ക്രിക്കറ്റ് ഒരു ആർട്ടാണ് ശരിക്കും. ഒരു സ്പോർട്സ് ആണ് ഏറ്റവും എങ്കിലും പോലും അതിനകത്ത് ബാറ്റ് ചെയ്യുന്ന രീതി, ബോൾ ചെയ്യുന്ന രീതി, ഇതൊക്കെ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ സച്ചിൻ്റെയും എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. സച്ചിൻ അദ്ദേഹത്തിൻ്റെതായ ആർട്ടിസ്റ്റിക് ശൈലിയിൽ ബാറ്റ് ചെയ്യുന്നു. ഗാംഗുലി അദ്ദേഹത്തിൻ്റെ, ഇപ്പോൾ ധോണി, വിരാട് കോഹ്ലി, ഇവരൊക്കെ അവരുടേതായിട്ടുള്ള ആ കല ഉപയോഗിച്ചിട്ടാണ് ആ സ്പോർട്സ് പെർഫോം ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് കുറച്ച് റൂളുകളുണ്ട്. അടിക്കേണ്ടതിന് റൂളുണ്ട്, ബോൾ ചെയ്യേണ്ടതിന് റൂളുണ്ട്, ഡിസ്റ്റൻസിന് റൂളുണ്ട്. അതൊരു സയൻസാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ആ ആർട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും മനോഹരമാണ്. ഗല്ലി ക്രിക്കറ്റിന് അതില്ല. അതുകൊണ്ട് തന്നെ ഗല്ലി ക്രിക്കറ്റ് കളിച്ച ആളുകൾ സക്സസ് ആവാറുമില്ല. ഗല്ലി ക്രിക്കറ്റ് റൂള് പാലിക്കാൻ പഠിക്കുന്ന ഒരാൾ മാത്രമാണ് അയാളുടെ പെർഫോമൻസ് റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയും അത് മോണിറ്റർ ചെയ്യപ്പെടുകയും കാൽക്കുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ആ സയൻസ് എന്ന് പറയുന്നത് പ്രോസസ്സാണ്. ആർട്ട് എന്ന് പറയുന്നതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആ കസ്റ്റമർ മനസ്സിലാക്കുന്നത് അയാളുടെ നോട്ടത്തിൽ നിന്ന്, അയാളുടെ ചിരിയുടെ ഭാഷയിൽ നിന്ന്, അയാളുടെ കണ്ണിന്റെ മൊമെന്റിൽ നിന്ന് അയാൾ എന്ത് ചിന്തിക്കുന്നു മനസ്സിലാക്കാൻ കഴിയുക. ഇത് ഒരു അതൊരു കല കൂടിയാണ്. ഏതൊരു സക്സസ്ഫുൾ ഓൺട്രപ്രണറിന്റെ പിന്നിലും ഒരുപാട് റിജക്ഷൻസും അവർ നേരിട്ട ഫെയിലിയേഴ്സും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ബെഞ്ചാലി അക്കാഡമി ഒക്കെ പോലുള്ള വലിയ വലിയ ഒരു ഓൺട്രപ്രണർ ലൈനിൽ നിൽക്കുന്ന ഇപ്പോൾ താങ്കൾ, ഇപ്പോൾ കസാഖ് ബെഞ്ചാലി എന്നുള്ള വ്യക്തി, താങ്കൾ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ റിജക്ഷൻ എന്താണ്? അത് കുറേ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ലൈഫിൽ എനിക്ക് പറയുകയാണെങ്കിൽ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള കുറേ മൊമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 14-ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ നാട്ടിൽ ചെറിയൊരു മീറ്റിംഗ് നടക്കുകയാണ്. മീറ്റിങ്ങിൽ ഒരു 14 പേര് 15 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങളുടെ ക്ലബിൻ്റെ ഒരു മീറ്റിംഗ്. എനിക്ക് 14 വയസ്സേ ഉള്ളെങ്കിൽ പോലും അതിനകത്തൊരു 28-29 വയസ്സുള്ള ആളുകളുണ്ട്. അപ്പോൾ കുറച്ച് മുതിർന്ന ഒരു അംഗം ഗൾഫിലേക്ക് പോകണം. അപ്പോൾ അയാൾക്കൊരു യാത്രയപ്പ് നടത്തുകയാണ്. എല്ലാവരും പോയിട്ട് പുള്ളിക്ക് യാത്ര മംഗളങ്ങൾ നേരണം, ആശംസ അർപ്പിക്കണം, ഫ്യൂച്ചർ നന്നായി വരട്ടെ എന്നൊക്കെ ഒരാശംസ അർപ്പിക്കണം. ഞാൻ ശരിക്കും ആ കാലം വരെ ഒരു അന്തർമുഖനാണ്. ഞാൻ മനസ്സിലാക്കി വെച്ചാൽ ഞാനൊരു ഇൻട്രോവേർട്ടാണ്. പക്ഷെ കംഫർട്ട് സോണിൽ ഞാൻ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. എന്നാലും പരിചയമില്ലാത്ത ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിൽ എനിക്കിപ്പോഴും അന്നൊക്കെ നല്ല രീതിയിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് പേടിയാണ് ആളുകളുടെ മുന്നിൽ ഞാൻ ഇതുവരെ എന്നിട്ട് ഏറ്റവും വലിയ പേടി അന്നത്തെ കാലത്ത് എനിക്കതാണ്. അപ്പോൾ എല്ലാവരും പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഞാൻ മാത്രം പോയിട്ടില്ല. അപ്പോൾ എന്നെ എല്ലാവരും കൂടെ സുഹൃത്തുക്കളൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവച്ചു. എനിക്കൊരു വാക്കും വരുന്നില്ല. ഭയങ്കരമായിട്ട് എൻ്റെ കയ്യും കാലും വിറയ്ക്കുക, തൊണ്ട വരണ്ട് പോകുക, കണ്ണിന്ന് ഇരുട്ട് കയറുക, അങ്ങനെ കണ്ണിന്നൊക്കെ വെള്ളം വന്നു. എനിക്കൊന്നും പറയാൻ പറ്റാതെ ഞാൻ അവിടെ നിന്നു. അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും മറ്റുമായിട്ടുള്ള ആളുകൾ എന്നെ ഇങ്ങനെ കളിയാക്കി ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് നോക്കുമ്പോൾ. സ്വാഭാവികമായിട്ടും മറ്റൊരാളുടെ ഇത്തരത്തിലുള്ള ഫെയിലിയർ മറ്റൊരാൾക്ക് തമാശ തന്നെ ആയിരിക്കും, അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അവരെല്ലാവരും ചിരിക്കുകയാണ്. പ്രസിഡന്റ് കണ്ടു, പുള്ളി പറഞ്ഞു പോയിരുന്നു എന്ന് പറഞ്ഞു. അന്ന് അവരുടെ തമാശ കഥാപാത്രം ഞാനായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരും ഓഫീസിൽ നിന്ന് ഒരു 1ാമത്തെ നിലയിലാണ് ഈ ഓഫീസ് ഉണ്ടായിരുന്നത്, ഒരു പഴയ കെട്ടിടത്തിൻ്റെ ഓഡിറ്റ് ബിൽഡിംഗ്. അപ്പോൾ എല്ലാവരും താഴെ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും എന്നെക്കുറിച്ച് പറഞ്ഞിട്ട് വന്നു. ഞാൻ അന്ന് അവരെ കൂടെ ഇറങ്ങിയില്ല. അതിനുശേഷം ഞാൻ അന്ന് തീരുമാനിച്ചു, ഇതെത്ര കാലം എങ്ങനെയെങ്കിലും സംസാരിക്കണം, ആളുകളുടെ മുന്നിൽ അപമാനിക്കപ്പെടാൻ ഇനി പറ്റൂല. ആ ഒരു അപമാനിക്കപ്പെടൽ ആണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ പ്രസംഗം പരിശീലിപ്പിച്ച ഒരു അക്കാഡമി റൺ ചെയ്യുന്ന ഒരാളാക്കി എന്നെ മാറ്റിയത്. അപ്പം ഞങ്ങളുടെ ഒരു കോഴ്സ് ഉണ്ട്, ബിസിനസ്സുകാർക്ക് പ്രസംഗം പരിശീലിപ്പിക്കുന്ന ഒരു കോഴ്സുണ്ട്, സ്പീക്ക് ടു എന്ന് പറയുന്നത്. 101 ബാച്ച് കഴിഞ്ഞു ഓൺലൈനായിട്ട്. ഓഫ്ലൈനായിട്ട് നമ്മൾ അതിന് മുമ്പ് കോവിഡിന് മുമ്പ് കുറേ സ്ഥലങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഓൺലൈൻ മാത്രം 101 ബാച്ച് കഴിഞ്ഞു. ഏകദേശം 5000 ചില്ലാനം ആളുകൾ ഈ കാലയളവിനിടവിൽ കോവിഡ് 2020 ജൂൺ 26 മുതൽ ഇന്ന് വരെയുള്ള കാലയളവിൽ ഞങ്ങളുടെ അക്കാഡമിയിലൂടെ
പ്രസംഗം പഠിച്ചിറങ്ങി പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു രസകരമായ ഒരു അനുഭവം, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ 2015-16 കാലഘട്ടത്തിൽ വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ പൊളിറ്റിക്സും മറ്റുമൊക്കെ ചർച്ച ചെയ്യുന്ന ആഗോളതലത്തിലുള്ള കുറേ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള എപ്പോഴും സമയം സ്പെൻഡ് ചെയ്യുന്ന ഞങ്ങളൊരു 10-20 പേരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ അംഗമായിരുന്നു. എപ്പോഴും എല്ലാ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ എൻ്റെ ലൈഫിൽ ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പുസ്തകമൊക്കെ വായിച്ച് ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഗോൾ ഞാൻ സെറ്റ് ചെയ്തു. സോ ഐ വാണ്ട് ടു ബി സംതിങ്, ഒരു കോച്ചാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ മാറ്റം വരുത്തി പറഞ്ഞ് എനിക്ക് ആളുകൾ ഗൈഡ് ചെയ്യണം എന്ന് തീരുമാനിച്ച് ഞാൻ അവരോട് പറഞ്ഞു. എന്നിടയ്ക്ക് ഞാൻ കുറേ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ലീവ് എടുത്തു. ഞാനൊരു ഗ്രൂപ്പിൽ ഞാൻ ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും പറഞ്ഞു ഗ്രൂപ്പിൽ ഞാനിങ്ങനെ ഡിസിഷൻ എടുത്തിരിക്കുന്നു, അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയയിൽ വേസ്റ്റ് ആകുന്ന സമയം ഞാൻ മാറി നിൽക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള സൗഹൃദം ഞാൻ കീപ്പ് ചെയ്യും, പക്ഷേ ഈ ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഇത് നോക്കാനുള്ള ടെൻഡൻസി വരും, എനിക്ക് വേണ്ടത്ര ഫോക്കസ് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിലുള്ള എല്ലാവരും എന്നെ നന്നായിട്ട് കളിയാക്കി. ഒരാൾ നന്നായിട്ട് തന്നെ കളിയാക്കി. ഞാൻ അന്ന് ആ ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്തു. അതെൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളൊന്നായിരുന്നു. കാരണം ഇവരഭിപ്രായം, ഇവർ നല്ലത് പറയുമോ ഇവരെന്ത് പറയും എന്ന് നോക്കിയിരിക്കുന്നു ഞാൻ ആ കാലം വരെ. അങ്ങനെ നല്ലത് ബോധ്യപ്പെടുത്തേണ്ട ഒരാളില്ല. അക്നോളജ് അവരെന്ത് പറയുന്നു എന്ന് എങ്ങനെ അക്നോളജ് ചെയ്യുന്നു നോക്കിയിരിക്കാനുള്ള എൻ്റെ ഗോളിലേക്ക് എനിക്ക് ഫുൾ ഫോക്കസ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നു എന്നുള്ള ആ ഒരു സ്പീഡും അതിൻ്റെ വ്യത്യാസവും തിരിച്ചറിഞ്ഞ അന്നായിരുന്നു. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രം കൂടെ നിർത്തി. നോ പറയുന്നവരും എന്ത് പറയുന്ന അഭിപ്രായം ശേഖരിക്കേണ്ട പെർമിഷൻ പീപ്പിളിനെ മുഴുവൻ ഞാൻ മാറ്റി നിർത്തിയോട്ടിട്ട് അതൊരു വലിയ ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്തിലേക്ക് ഉണ്ടായി. പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്കിൽ ഞാൻ വല്ലപ്പോഴും ആ കാലത്ത് ഞാൻ കമൻറ്റുകൾ നോക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ടീമാണ് നോക്കുന്നത്. അപ്പോൾ 2019 തോന്നുന്നു ഞാനൊരു വീഡിയോക്ക് താഴെ കമൻറ്റ് ഉണ്ട്. അന്ന് എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കിയ സുഹൃത്ത് അതിനകത്തൊരു കമൻറ്റ് ഇട്ടിരിക്കുന്നു, ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ബ്രോ എന്ന് പറഞ്ഞിട്ട്. ആളുകൾ നമ്മളെ കണ്ട് ശീലിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണാൻ കഴിയാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടോ ഉണ്ടാകുന്ന ഒരു അമർഷോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയില്ലെന്ന് തോന്നലോ അസൂയോ ഒക്കെ ആയിരിക്കാം. പക്ഷെ നമുക്ക് നമ്മളിൽ ബോധ്യമുണ്ടെങ്കിൽ, നമ്മളെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ പോകുന്ന വഴികളെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല. പക്ഷെ അത് പോകുന്നത് ധാർമ്മികമായിരിക്കണം, ലീഗലായിരിക്കണം. അല്ലെ നമുക്ക് ഭയങ്കര ഗോൾ ഉണ്ടാക്കണം, മയക്കുമരുന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് ആര് എതിർത്താലും ഞാൻ പോകും എന്നതല്ല. നിയമപരമായിട്ട് പോകുക, ധാർമ്മികപരമായിട്ട് പോകുക. അതാണ് നമ്മളെയും നമ്മളുടെ സക്സസ് മറ്റുള്ളവർക്ക് നാളെ അഭിമാനിക്കാവുന്ന വകയുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരൊക്കെ വിട്ടേക്കും. നമ്മളുടെ സക്സസ് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും സന്തോഷം നൽകുന്നതാണ്, അഭിമാനം നൽകുന്നതാണ്. അതല്ലാത്ത സക്സസ്സിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. ഒരുപക്ഷെ അവരും ചിലപ്പോൾ നമ്മൾ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് തടഞ്ഞേക്കാം, നമ്മളെക്കുറിച്ച് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർ തെളിച്ച വഴിയിൽ നമ്മൾ പോയില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അച്ഛനും അമ്മക്കൊരു സന്തോഷമാകും എന്ന് ഉറപ്പുള്ള വഴി അത് തിരഞ്ഞെടുക്കലായിരിക്കും നന്നായി. അത് ധാർമ്മികവും ലീഗലുമായിട്ടുള്ള വഴി. അതിലൂടെ നിങ്ങൾ ആരെ തടസ്സവും നോക്കണ്ട. ഇഫ് യു ബിലീവ് ഇൻ യു, ഗോ അഹെഡ്. നമ്മളെ കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ്സൊക്കെ തകർന്നിട്ടോ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് സ്റ്റേറ്റിലോ അടുത്തിനി എന്ത് വാട്ട്സ് നെക്സ്റ്റ് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ വാക്കുകൾ വളരെ വലുതാണ്. പക്ഷേ അവർക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ചിലപ്പോൾ അവർക്ക് ടീമിനെ നഷ്ടപ്പെട്ടെന്നിരിക്കാം, ചിലപ്പോൾ അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് എന്താ പറയണ്ടത് അവർ കൺസീവ് ചെയ്ത പ്രൊജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലായിരിക്കാം. അപ്പോൾ അവരോട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലൊരു അഡ്വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്കൊന്ന് ഇൻസ്പയറിംഗ് ആയിട്ട് നമുക്ക് എങ്ങനെയായിരിക്കും അവരെ കൊണ്ടുവരാൻ പറ്റുക? ഞാനൊരിക്കൽ 2018 ഞാൻ ട്രെയിനിങ് തുടങ്ങി എൻ്റെ വീഡിയോസ് കുറച്ച് ആക്റ്റീവായിട്ടൊക്കെ യൂട്യൂബിൽ വന്നൊരു കാലഘട്ടത്തിൽ ഞാനന്ന് ദുബായിൽ വർക്ക് ചെയ്ത് റിസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസ് വരുന്നത് ബേ സ്ക്വയറിലാണ്, ദുബായിൽ ബേ സ്ക്വയറിലാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഫാമിലി ഉള്ളത് അല്ലയില്ല, വൈഫ് അവിടെയാണെന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വൈകുന്നേരം 5 മണിക്ക് ഓഫീസ് വിട്ടിട്ട് തിരിച്ച് പോകുന്ന വഴിയിൽ എനിക്കൊരു കോള് വന്നു. ഷാർജയിൽ നിന്ന് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. വളരെ സങ്കടത്തോടുകൂടി വിളിക്കാമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ബ്ലൂടൂത്ത് വണ്ടിയിൽ കണക്റ്റഡ് ആണ്, ഞാൻ സംസാരിച്ചുകൊണ്ടാണ് പോകും ഫ്രീ ആയിട്ട്, തനിച്ചേ ഉള്ളൂ. പുള്ളി എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്, ഞാൻ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടത് എങ്ങനെ അധികം വേദന ഇല്ലാതെ ആത്മഹത്യ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വീഡിയോ തപ്പുന്നതിനിടയിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാനൊരു സൂയിസൈഡിനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കീവേഡ് ഉപയോഗിച്ചപ്പോൾ ഈ സാധനം വന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടപ്പം എനിക്കൊരു പ്രചോദനം കിട്ടി. നിങ്ങളൊന്ന് വിളിച്ചു കളയാം, ഇനിയിപ്പോൾ മരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സംസാരിക്കാനുണ്ടോ എന്ന് വിളിച്ചു കളയാമെന്ന് വിചാരിച്ചു വിളിച്ചതാണ്. അപ്പോൾ ഞാൻ പുള്ളിയോട്
ഞാൻ ചോദിച്ചു എന്ത് പറ്റി. എനിക്ക് തോന്നുന്നു പുള്ളി ഇത്രയും ഓപ്പണായിട്ട് ആരോട് സംസാരിച്ചിട്ടില്ല എന്ന്. ഭാര്യയും മക്കളൊക്കെ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ഇത് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള ഒരു സുഹൃത്തും അദ്ദേഹത്തിന് സുഹൃത്ത് പോലെ ഉണ്ടായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അവരെന്ത് വിചാരിക്കും ചോദിച്ചാൽ പുള്ളി പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല, കേൾക്കാൻ ആരും നിന്ന് കൊടുത്ത് കാണില്ല. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഒരു കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒരു സഹോദരനായിട്ട് എന്ത് പറ്റിയതാണ്, എന്തെങ്ങനെ തീരുമാനം എടുക്കാൻ കാര്യം പറയുമെന്ന് പറഞ്ഞു. പുള്ളി ആദ്യം ഇങ്ങനെ മടിച്ചെങ്കിലും ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി ഫുള്ളായിട്ട് പറഞ്ഞു. അപ്പോൾ പുള്ളി ദുബായിൽ നിന്ന് ഈ ഓയിൽ പ്രോഡക്റ്റുകൾ, ലൂബ്രിക്കൻ്റ് ഓയിൽ ഉണ്ടല്ലോ, ലൂബ്രിക്കൻ്റ് ഓയിൽ അജ്മാനിലെ ഒരു യൂണിറ്റിൽ നിന്ന് റീപാക്ക് ചെയ്തിട്ട് ആഫ്രിക്കയിലേക്ക് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇറാനിൽ നിന്നാണ് പുള്ളി പ്രോഡക്റ്റ് എടുത്തിരുന്നത്. ഇറാനിൽ പ്രോഡക്റ്റ് എടുക്കുകയും അതിനകത്ത് കുറേ ലീഗൽ കോംപ്ലിക്കേഷൻസും ഇറാനുമായിട്ട് UAE കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരികയും ചെയ്തപ്പോൾ പുള്ളിയുടെ ഫ്യൂച്ചർ കണ്ടിട്ട് പുള്ളി ഇൻവെസ്റ്റ് ചെയ്ത വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ലോക്കായി. പുള്ളിയുടെ പ്രൊഡക്റ്റ് ഫ്ലോ ആഫ്രിക്കയിൽ സ്റ്റോപ്പ് ആയതുകൊണ്ട് പുള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസയും കിട്ടാതെ വന്നു. ഹ്യൂജ് ലോസ്, ലയബിലിറ്റീസും, പുള്ളി കുറേ ഓഡീസും അതുപോലെ തന്നെ ലോണുകളൊക്കെ ഉണ്ട്. അത് വലിയ രീതിയിൽ പുള്ളി കടക്കാരൊക്കെ വിളിച്ച് തെറി പറയുന്ന പരിചയമുള്ള ആളുകളൊക്കെ വിളിച്ച് തെറി പറയുന്നു, താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, പുള്ളി വലിയ രീതിയിൽ തന്നെ അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഞാൻ പുള്ളിയുടെ അടുത്ത് കുറേ കേട്ടു. എനിക്ക് തോന്നുന്നൊരു 3/4 മണിക്കൂറിലേറെ പുള്ളി സംസാരിച്ചിട്ടുണ്ടോ. ഞാൻ ഫുള്ളി ഇങ്ങനെ കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു, ഞാൻ പുള്ളിയോട് ഗൈഡ് ചെയ്തു. ഭയങ്കര സംഭവമായിട്ടൊന്നുമല്ല പറഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ട് നിൽക്കുന്ന ഒരാൾ, അയാളുടെ മൈൻഡിൽ ഇത് മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഒരു വഴി ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവില്ല. ഇപ്പം നമ്മൾ ഡോറ് മിസ്സായെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ വെപ്രാളത്തിൽ ശാന്തമായ ഒരു മനസ്സോട് കൂടിയിട്ടല്ലല്ലോ നമ്മൾ തിരയുക. വെപ്രാളത്തിൽ നമ്മൾ കാണിക്കുന്നതൊക്കെ അബദ്ധമായിരിക്കും. ബിസിനസ്സിൻ്റെ കൂടെയുള്ളത് തന്നെയാണ് ഈ സ്ട്രെസ്സും ആത്മഹത്യ ടെൻഡൻസി ഒക്കെ. പല പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വരും, കൂടെയുള്ള ആളുകൾ പറ്റിക്കും, പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് അടി വരും, ഗവൺമെൻറ്റിൻ്റെ പോളിസി ചിലപ്പോൾ അടിയായിട്ട് വരും, അങ്ങനെ പലതും വരാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ നമ്മൾ ഈ പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള സൊല്യൂഷനിലേക്കുള്ള വഴി നമ്മൾ കാണൂല. അതാണൊരു ബിസിനസ്സുകാരന് അല്ലാത്തതിൻ്റെ പ്രശ്നം. നമ്മുടെ റോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു തേർഡ് പാർട്ടി ആംഗിളിൽ നിൽക്കുകയും അയാൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റുന്ന സൊല്യൂഷൻ ഇപ്പുറത്തുണ്ടെന്ന് ഗൈഡ് ചെയ്യുക. അത് പക്ഷേ അയാൾക്ക് കാണാതെ നിൽക്കുകയാണ്. അതൊരാൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, ബിസിനസ്സിലേക്ക് തിരിച്ചു വരും. ബിസിനസ്സുകാർ പ്രോബ്ലം ആയിട്ട് വരുമ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇതാണ്. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതി, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞ പുള്ളിയോട്, നിങ്ങൾക്ക് ഈ കടമുണ്ട്, മനസ്സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ എത്ര കാലം കൊണ്ട് നിങ്ങൾക്ക് ഇത് വീട്ടാൻ പറ്റും? പുള്ളി പറഞ്ഞു, ആരും എന്നെ ശല്യം ഇല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഫോക്കസ് ചെയ്യും, ഞാനിത് ബിൽഡ് ചെയ്യും. എനിക്കൊരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ബിൽഡ് ചെയ്യും. 3 വർഷം കൊണ്ട് ഇവരൊക്കെ പൈസ തിരിച്ചു കൊടുക്കാനുള്ള എല്ലാ വഴിയും എൻ്റെ അടുത്തുണ്ട്. പക്ഷെ ഇവർ ശല്യം ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ തളർന്നു പോകുന്നു. ഞാൻ പറഞ്ഞു, ഒരു ടെൻഷനും ഇല്ല, നിങ്ങൾ ഈ പൈസയും തെറി വിളിക്കുന്ന ആളുകളെ ലിസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അവരെടുത്ത് പോയിട്ട്, ഏതായാലും നിങ്ങൾ മരിക്കാൻ നിൽക്കില്ലേ, ധൈര്യമായിട്ട് പൊക്കോ. അവരോട് പറയാം, എൻ്റെ അവസ്ഥ ഇതാണ്, ഞാൻ ഇതുവരെ നിങ്ങൾ പൈസയൊക്കെ തന്നിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൂടുതൽ പണം എനിക്ക് തന്നത്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എനിക്കിവിടെ കിട്ടാനുണ്ട്, ഇത്രയും തുക എനിക്ക് കിട്ടാനുണ്ട്. പക്ഷെ നിങ്ങളതിനെ ശല്യം ചെയ്യുന്നില്ലെങ്കിൽ ഞാനൊരു 3 വർഷം കൊണ്ട് ഇത് തിരിച്ചു വരും, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഞാൻ ഓൾറെഡി ആത്മഹത്യ തീരുമാനിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാം. അതല്ല, നിങ്ങൾ എന്നെ ജീവിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ 3 വർഷം സമയം തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഫണ്ട് നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ട് തിരിച്ചു വരും. ഈ ഫേസ് ചെയ്യാനും ഇത് പറയാനുള്ള പേടിയും, അവരെന്ത് പറയും, എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത്. ഇയാളെ ശത്രുക്കളും ഗുണ്ടകളുടെ കയ്യിൽ നിന്നല്ല ഇയാൾ വാങ്ങിച്ചിട്ടുള്ളത്, പരിചയമുള്ള ആളുകൾ, സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. സ്വാഭാവികമായിട്ടും പൈസ തരാനുള്ള ഡേറ്റ് കിട്ടാതാകുമ്പോൾ ആളുകൾ ചീത്ത പറയുന്നതാണ്. പക്ഷെ ഇയാളുടെ അവസ്ഥ മനസ്സിലാക്കി ചിലപ്പോൾ അവർ സമയം കൊടുക്കും. ഞാനിത് പറഞ്ഞു, ഓരോ നേരത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അവസാനം ഒന്നുകിൽ അവരെന്നെ കൊല്ലും അല്ലെങ്കിൽ ഞാൻ ചാവും. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ടോട്ടൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീടെത്തുകയും ചെയ്തു. പിന്നെ കോളൊന്നുമില്ല കുറേ കാലം. പിന്നെ എനിക്കൊന്ന് 2-3 മാസം കഴിഞ്ഞതിന് ശേഷം പുള്ളി എന്നെ തിരിച്ചു വിളിച്ചു, ഖസാക്ക് ബെഞ്ചാലി, ഞാൻ ജീവിക്കും, ഞാൻ തിരിച്ചു വരും. കാരണം ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ കാലയളവിൽ ഞാൻ പൈസ കൊടുക്കാനുള്ള എല്ലാവരും പോയി കണ്ടു. ചിലരെന്നെ വളരെ മോശമായിട്ട് ചീത്ത വിളിച്ചു, ചിലർ അടിക്കാനൊക്കെ നിന്നു. പക്ഷെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ഒരു 98% ആളുകളും അവസാനം ഞാൻ പറഞ്ഞ രീതിയിൽ റെഡിയായി, എനിക്ക് സമയം തന്നു. ബാക്കിയുള്ള 2% ആളുകൾ, അപ്പോൾ അത് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് ഞാൻ വേഗം കൊടുത്ത് വീട്ടാൻ ശ്രമിക്കും. പക്ഷെ എനിക്കിപ്പോൾ കോൺഫിഡൻസ് വന്നു, എനിക്കിത് ഉണ്ടാക്കാൻ പറ്റും, ഞാൻ ജീവിക്കും, ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ജീവൻ എടുക്കൂല, ആ വാക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞ് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഫോൺ വെച്ചു. കുറേ കാലം വരെ പുള്ളി എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു.
അപ്പോൾ അത് ഞാൻ ഭയങ്കര സംഭവം എന്നല്ല പറയുന്നത്, മനസ്സിലായി. അയാളുടെ മുന്നിലുള്ള സൊല്യൂഷനാണ്. പക്ഷെ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഒരു മനുഷ്യൻ അത് കാണാൻ കഴിയില്ല. ഈ പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഇനി വഴിയില്ല, ഇനി ഒരു വഴിയില്ലെന്ന് അവർ വിചാരിക്കുന്നതാണ്. അപ്പം നമ്മൾ അതിനൊന്ന് ശാന്തമായി കേൾക്കുകയും അവരെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിലൂടെ അവരുടെ മുന്നിൽ തന്നെയുള്ള വഴി കാണിച്ചു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ അവർക്ക് വലിയ രീതിയിൽ തിരിച്ചു വരാൻ പറ്റും. നമ്മുടെ അടുത്ത് വരുന്ന പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ഓൺടർപ്രണേഴ്സിനൊക്കെ ഈ രീതിയിലാണ് നമ്മുടെ അനുഭവങ്ങളും പരിജ്ഞാനങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പോലും അവരൊന്ന് കേട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന വഴി നമ്മൾ അവരെ സഹായിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് അതിനുള്ള രീതി. പല മാനസിക നിലയിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ടാവും അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു മൈൻഡ് ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ മൈൻഡ് ട്രെയിനിങ്ങിലേക്ക് നയിച്ച ഒരു ഘടകങ്ങളാണോ ഇതെല്ലാം? ഞാൻ ശരിക്കും ഒരു മൈൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയ കുറേ ട്രാൻസ്ഫോർമേഷൻസും ഇത് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡുകൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ നമ്മുടെ മൈൻഡിന് കൊടുക്കുന്ന കമാൻഡുകളിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ റിസൾട്ടിൽ മാറ്റം വരുത്തും എന്നുള്ളതാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന കമാൻഡ് നമ്മുടെ ചിന്തകളെ പ്രൊവോക്ക് ചെയ്യും. ആ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ലോ ഓഫ് അട്രാക്ഷൻ തിയറിയെ വെച്ച് പറയുകയാണെങ്കിൽ വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യും. സോ അതിനനുസരിച്ചുള്ള എൻവയോൺമെൻറ്റും വ്യക്തികളും ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ചിന്തകളുടെ പാറ്റേണും ഹാബിറ്റും ഒക്കെ മാറി നമ്മൾ തന്നെ ഒരു പുതിയ മനുഷ്യനാവാൻ നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന കമാൻഡുകൾ സാധിക്കും. ഇതാണ് ഞാൻ മനസ്സിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചപ്പോൾ മനസ്സിലായത്. സ്വാഭാവികമായിട്ടും ഇത് മറ്റുള്ളവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ എടുത്തെങ്കിൽ പോലും ആളുകൾ ഈ ഒരുപാട് പ്രശ്നമുള്ള ആളുകളുണ്ട്. ഇന്നലെ എന്നെ ഒരു കക്ഷി കാണാൻ വന്നിട്ടുണ്ട്. പുള്ളി ദുബായിലാണ് ജോലി ചെയ്യുന്നത്, ഒരു സ്ഥാപനത്തിൽ ഒരു അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്ക് ഭയങ്കര മാനസിക സംഘർഷം കയറി. അപ്പം എന്നെ കണ്ട ഉടനെ തന്നെ കുറേ കെട്ടിപ്പിടിച്ചു. ജസ്റ്റ് 5 മിനിറ്റ് കാണാൻ പെർമിഷൻ ചോദിച്ചു വന്നതാണ്, അപ്പോയിൻമെൻ്റ് ഒന്നും അല്ല, ഓക്കെ എന്ന് പറഞ്ഞു. പുള്ളിയുടെ കുറേ സങ്കടങ്ങൾ പുള്ളി പറഞ്ഞു. പുള്ളിയുടെ വിവാഹത്തിലുണ്ടായ പ്രശ്നങ്ങൾ, കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ, 22 വർഷമായി ഗൾഫിൽ പോയിട്ട് പക്ഷെ രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല, കുറേ പ്രതിസന്ധികളിലൂടെ അതിജീവിച്ച് പോകുന്നു, കുറേ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് മുഴുവനായിട്ട് കേട്ടു. അതിനുശേഷം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ 1-2 അഡ്വൈസുകളും കൊടുത്തു, എങ്ങനെ റവന്യൂ കൂട്ടണം എന്നുള്ളതിന് അഡ്വൈസ് കൊടുത്തു. ആ പുള്ളി പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കുറേ കരഞ്ഞ് ആരും എന്നെ അത്ര മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പോയി. അത് എൻ്റെ മഹത്വം എന്നുള്ളതല്ല ശരിക്കും. മറ്റൊരാളെ ശരിക്കും അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ കേട്ട് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആൾ ഭയങ്കരമായിട്ട് ആശ്വാസം. അപ്പോൾ നമ്മളെ അടുത്ത് വരുന്നത് നമ്മളിത് കേൾക്കും, നമ്മളെ കൂടുതൽ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ട് കുറേ ആളുകൾ നമ്മളെ അടുത്ത് വരാറുണ്ട്. കുറേ ആളുകളുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇത് മൈൻഡ് ട്രെയിനിങ് ഒന്നും അപ്പുറത്തിന് മൈൻഡ് ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല. മറ്റൊരാളെ ആശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് മൈൻഡിനെ കുറിച്ച് ഒന്നും വേണ്ട, ഒന്നിനെ കുറിച്ചും പഠിക്കണ്ട. അയാളെ നിങ്ങൾ ഓപ്പണായിട്ട് കേൾക്കുക, മുൻവിധികളില്ലാതെ. ഒരു മുന്നിലിരിക്കുന്ന ഒരാളെ കേട്ട് കഴിഞ്ഞാൽ, സങ്കടങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് മതി അയാളെ മനസ്സിൽ കുളിർമയ പെയ്യിപ്പിക്കാൻ. നമുക്ക് പക്ഷെ കേൾക്കാൻ അറിയൂല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഭാര്യമാർ നമ്മളോട് കൂടുതൽ പറയുന്നൊരു പരാതി എന്താ വെച്ചാൽ, നിങ്ങൾ എന്നെ കേൾക്കുന്നില്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല എന്നല്ല. കേൾക്കാൻ അറിയില്ല. നമുക്കാകെ ഒന്നേ അറിയുള്ളൂ, കേൾക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് മറുപടി പ്രിപ്പയർ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു 1 മണിക്കൂർ കോൺവെർസേഷൻ ഇരിക്കുകയാണെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റ് നമ്മൾ കേൾക്കും. ആ 5 മിനിറ്റിനുള്ളിൽ നമ്മൾ മെൻ്റലി ഒരു മറുപടി റിപ്ലൈ കുക്ക് ചെയ്യും. പിന്നെ നമ്മൾ കേൾക്കില്ല. കേൾക്കുന്നത് പോലെ അഭിനയിച്ചിട്ട് നമ്മളുടെ മറുപടിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ ഉണ്ടോ എന്നതാണ് ബാക്കിയുള്ള 50 മിനിറ്റ്സ് നമ്മൾ ചെയ്യുന്നത്. സോ മറുപടി കുക്ക് ചെയ്യാതെ ഒരു മനുഷ്യനെ ഓപ്പണായിട്ട് കേൾക്കുകയും അയാളെ മനസ്സിലാക്കിയെന്ന് ഫീൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യൻ്റെ മനസ്സിന് ഭയങ്കര ആശ്വാസം ഉണ്ടാവും. അതിനൊരു മൈൻഡ് ട്രെയിനർ ഒന്നും ആവണ്ട, അയാളെ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു നല്ല മനസ്സുണ്ടായാൽ മതി. ലിസണിങ് ഇറ്റ് സെൽഫ് ഈസ് എ തെറാപ്പി. 2030 ആകുമ്പോൾ എവിടെ എത്തണം എന്നുള്ളതാണ് ഒരു ഗോളൊക്കെ ഉണ്ടാവുക? ഞാൻ എൻ്റെ മൊബൈൽ എടുത്തൊന്ന് കാണിച്ചു തരാം. ഇതാണ് 2030 എൻ്റെ വിഷൻ ബോർഡാണിത്. 2030 ഇതാ വിഷൻ 2030 എന്നാണിത് എനിക്ക് കാണുന്ന രീതിയിൽ. അപ്പോൾ ഏകദേശം ഇത് പ്രകാരം എനിക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വേർട്ടിക്കിൾസ് ആയിട്ട് ഏകദേശം ഒരു 1000 കോടി ടേൺ ഓവർ ഉള്ള, ഏകദേശം ഒരു 100-500 പേർക്കെങ്കിലും നല്ല രീതിയിൽ തൊഴിൽ കൊടുക്കുന്ന, മിനിമം ഒരു 5 രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് ഉള്ള വ്യത്യസ്തമായ അത്രയും കമ്പനികൾ, ഞാൻ പറഞ്ഞല്ലോ 8ഓളം കമ്പനികൾ സക്സസ്ഫുള്ളായിട്ട് ബിൽഡ് ചെയ്ത് റൺ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴുള്ള വിഷൻ. പിന്നെ ബെഞ്ചാലി അക്കാഡമി എന്ന് പറയുന്നത് ഞങ്ങൾ 2035 ആകുമ്പോഴേക്കും എനിക്ക് നല്ല
1,000 ഓൺട്രപ്രണേഴ്സിനെ $1 ബില്യൺ ബിസിനസ്സുകാരാക്കി മാറ്റണം. നല്ല ക്വാളിറ്റി സർവീസൊക്കെയുള്ള 1,000 ഓൺട്രപ്രണേഴ്സിനെ ബില്യനേഴ്സ് ആക്കി മാറ്റണം. ഈ മിഷനിലാണ് ബെഞ്ചാലി അക്കാഡമി എന്ന് പറയുന്ന ഒരു കോച്ചിങ് ഫേം ഡ്രൈവ് ചെയ്യുന്നത്. അതാണ് എൻ്റെ പേഴ്സണൽ 2035 വിഷൻ, വിത്തിൻ 10 years. അപ്പോൾ അതിലേക്കുള്ള ആളുകൾ ഞങ്ങളിങ്ങനെ ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളുകൾ, അത്രയും വാല്യൂ ഉള്ള, ലോങ് വിഷനുള്ള, ഹാർഡ് വർക്ക് എടുക്കാൻ തയ്യാറായ ആളുകളെ ഞങ്ങൾ എന്ത് ചെയ്യും, ചെറിയൊരു ഗ്രൂപ്പാക്കി മാറ്റും. ബില്യണിയർ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ചെറിയ ക്ലബ്ബിലേക്ക് മാറ്റും. അവിടെ നമ്മൾ കൊടുക്കുന്ന സർവീസ് ഫ്രീ ആണ്. ഞങ്ങളുടെ ചാണക്യ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെയുള്ള വിഷണറി ആയിട്ടുള്ള ആളുകളെ നല്ല എത്തിക്കലായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യാം. എനിക്ക് ആഗ്രഹം ഉണ്ട് എന്നൊരാൾ പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിലേക്ക് എടുക്കില്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന യാത്രയിൽ അയാൾക്കൊരു വലിയ വിഷനുണ്ട്, അയാളുടെ കയ്യിൽ ഒരു വാല്യൂ ഉണ്ട് കൊടുക്കാൻ, അയാൾ ഭയങ്കര പാഷനേറ്റ് ആണ് എന്നുള്ള തോന്നുന്ന ആളുകളെ ഞങ്ങൾ എന്ത് ചെയ്യും, സ്പെഷ്യൽ കെയർ എന്ന് പറയുന്ന ഒരു ബില്യണിയർ ക്ലബ്ബ് എന്ന് പറയുന്നിടത്തേക്ക് എടുക്കും. അവരുമായിട്ട് നമ്മൾ കുറെ കൂടെ പേഴ്സണലി അറ്റാച്ച് ചെയ്ത് അവരെ കൂടെ നിന്ന് കോച്ച് ചെയ്തിട്ട്, അത് സ്പെഷ്യൽ ഫീ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അത് നമ്മുടെ ഒരു മിഷനാണ്. നമുക്കൊരു 1000 എത്തിക്കലായിട്ടുള്ള, വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള $1 ബില്യൺ ബിസിനസ്സുകാരെ ബിൽഡ് ചെയ്യണം എന്നുള്ളത്. അതാണ് എൻ്റെ പേഴ്സണൽ മിഷൻ. പിന്നെ മൾട്ടിപ്രണർ എന്ന രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള കുറേ സ്ഥാപനങ്ങൾ ബിൽഡ് ചെയ്യണം. അതിൻ്റെ പണികൾ ഓരോന്നായിട്ട് തുടങ്ങി. 2025 തന്നെ ഏകദേശം മിക്കവാറും ഈ പറയുന്ന 8 സ്ഥാപനങ്ങളും 2025 6 സ്ഥാപനങ്ങൾ നമുക്ക് ഓൾറെഡി എസ്റ്റാബ്ലിഷ്. 2026 ബാക്കിയുള്ളതും ചിലപ്പോൾ ഇനി പോകെ നമ്മൾ ഇനിയും പല വെർട്ടിക്കൽസിലേക്കായിട്ടും നമ്മൾ കിടക്കും. അപ്പോൾ ഇതിനെല്ലാം ഉള്ളൊരു ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ് സാധ്യമാവുന്നത്? കാര്യം ഇപ്പോൾ താങ്കൾ പറയുന്ന പല വേർട്ടിക്കൽസ് ഉണ്ട്, പല ഡൈവേർഷൻസും കാര്യങ്ങളും, ട്രെയിനിങ് സെഷൻസ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആണ്. ഒരാളിന് എങ്ങനെയാണ് ഒരു ദിവസം ഇങ്ങനെ ടൈം സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് പലതിലേക്കും നമ്മുടെ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുക? അപ്പോൾ എന്നെക്കാളും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന യൂസുഫ് അലി സാറ് പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാക്കുന്നു, പുതിയ വെർട്ടിക്കൽസിലേക്ക് പോകുന്നു. എന്നെക്കാളും വലിയ സക്സസ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ചെറിയ പരിപാടികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ പറയുന്ന പോലെ വലിയ സക്സസ് എന്ന അഭിപ്രായം എനിക്ക് എന്നെക്കുറിച്ചില്ല. സ്റ്റിൽ നമുക്കിനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടത് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ വലിയ സക്സസ് ആയ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ചെറിയ പണികൾ ചെയ്യാതിരിക്കും. 24 മണിക്കൂറേ ഉള്ളൂ നമുക്ക്. ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്തിരിക്കുക. നമ്മൾ ചെയ്യുവാണെങ്കിൽ അതൊരു 1.5 കാര്യങ്ങളായിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മളെക്കാളും നന്നായി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ഏൽപ്പിക്കാം. ടൈം മൾട്ടിപ്ലൈ ചെയ്യാം, സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ഡെലിഗേഷനിലൂടെ. പിന്നെയോ ടൈമിനെ പ്രയോറിറ്റൈസ് ചെയ്യാം. ഈ 2 കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമയം ഇല്ലാത്തതല്ല, സമയം ഉണ്ടാക്കുന്നതാണ്. എൻ്റെ വണ്ടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അതിനകത്ത് കുറേ പൊടിയും ചെളിയും. ഞാൻ വന്ന സമയത്ത് വണ്ടി കഴുകുക എന്നുള്ളത് ഞാൻ ചെയ്യുന്ന പരിപാടിയല്ല. അത് ഞാൻ വേറെ ആരും ഏൽപ്പിക്കും. ആ ഏൽപ്പിച്ച ആള് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല. കാരണം ആ വണ്ടി കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ അതിനേക്കാളും വാല്യൂ ഉള്ളൊരു കാര്യം, 1 മണിക്കൂർ പോകും, അല്ലെങ്കിൽ 1 മണിക്കൂർ അവിടെ കൊണ്ട് വെറുതെ വായി നോക്കിയിരിക്കണം. അപ്പോൾ ആ 1 മണിക്കൂർ എനിക്ക് അതിനേക്കാളും വാല്യൂ ഉള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. ഇപ്പൊ ലോ വാല്യൂ ഐറ്റംസ് ഡെലിഗേറ്റ് ചെയ്യും, മറ്റുള്ളവരെ ഏൽപ്പിക്കും. ഞാൻ ചെയ്യുന്നത് ഹൈ വാല്യൂ ഐറ്റം. ഇനി ഹൈ വാല്യൂ ഐറ്റം തന്നെ ഇപ്പം എൻ്റെ മീഡിയ പ്രൊഡക്ഷൻ കാര്യം ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈ വാല്യൂ ആണ്. അത് എന്നെക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളെ ഞാൻ ഏൽപ്പിക്കും. യൂസ്ഫുൾ സാർ ഇവരൊക്കെ ചെയ്യുന്നത് അത് തന്നെയാണ്. നല്ല കഴിവുള്ള ആളുകളെ ബാക്കിയുള്ള സമയം ഏൽപ്പിക്കുക. നമ്മൾ ചെയ്യുന്നത് ഇപ്പം എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി, അതുപോലെ തന്നെ ഇപ്പം ബെഞ്ചാലി അക്കാഡമിയിൽ പറയാൻ ഞാൻ ചെയ്യുന്ന 2 കാര്യമുള്ളൂ. റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യുക, രണ്ടാമത്തത് ട്രെയിനിങ് എടുക്കുക. അതും പ്രീമിയം ട്രെയിനിങ് മാത്രമേ ഞങ്ങൾ നടത്താറുള്ളൂ. അല്ലാത്ത ചെറിയ പരിപാടികളൊക്കെ ഞങ്ങൾ ഓൺലൈനിലൂടെ ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ആവശ്യമുള്ള ആളുകൾ പേയ്മെൻ്റ് അടച്ച് അത് സബ്സ്ക്രൈബ് ചെയ്ത് അവരത് വാങ്ങിച്ചു പൊക്കോളൂ. പ്രീമിയമായ സെയിൽസ് ട്രെയിനിങ്, ബിസിനസ് കോച്ച്, ഈ ട്രെയിനിങ് മാത്രമേ ഞങ്ങൾ നടത്തും. ഈ 2 പരിപാടി ബെഞ്ചാലി അക്കാഡമി ഞാൻ ചെയ്യുന്നുള്ളൂ. ബെഞ്ചാലി അക്കാഡമിയുടെ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്നത്, അതിൻ്റെ മീഡിയ പ്ലാൻ ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മളിപ്പോഴാണ് കാണുന്നത്. നിങ്ങൾ എൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത സമയത്താണ് എൻ്റെ നമ്പർ. അതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാം ടീമാണ്. ഈവൻ എൻ്റെ സ്കെഡ്യൂൾ, ഓപ്പറേഷണലായിട്ടുള്ള എൻ്റെ സ്കെഡ്യൂൾ സെറ്റ് ചെയ്യുന്നത്, എൻ്റെ ടൈം ടേബിൾ കറക്റ്റ് ആക്കുന്നത്, യാത്ര, മീഡിയ എല്ലാം ചെയ്യുന്നത് ടീമാണ്. അതിനായിട്ടൊരു സിസ്റ്റം ഉണ്ട്. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്. ഞാനുള്ള സമയം പുസ്തകം വായിക്കും, റിസർച്ച് ചെയ്യും, പുതിയ കാര്യങ്ങൾ പഠിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 കാര്യങ്ങളൊന്ന് ട്രെയിനിങ് എടുക്കില്ല, 2 ഡ്രൈവ് ചെയ്യില്ല. ഞാൻ ഒരുവിധമൊക്കെയാണ് ഞാൻ എന്ത് ചെയ്യും, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ്. ഓഡിയോ ബുക്സ് പ്ലേ ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോകാൻ ഭയങ്കര ത്രില്ലാണ്. അപ്പോൾ ഡ്രൈവിങ്ങും ഞാൻ പഠിക്കാൻ ഉപയോഗിക്കും. അപ്പോൾ പ്രത്യേകിച്ചും ഈ ആൾക്കൂട്ടത്തിൽ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. കുറേ ആളുകളും വർത്തമാനമൊക്കെ പറഞ്ഞ് ഡ്രൈവ് ചെയ്യാൻ അതെല്ലാവർക്കും പറ്റുമല്ലോ. എനിക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാനും ആ സമയത്ത്
എന്തെങ്കിലും നല്ല കാര്യം, ഇപ്പോൾ ഓഡിയോ ബുക്സുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട പോഡ്കാസ്റ്റുകൾ മനസ്സിലാക്കി കേട്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇങ്ങോട്ട് വന്നത് 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്, തിരിച്ച് അങ്ങോട്ട് ഡ്രൈവ് ഉണ്ട്, ഏകദേശം ഒരു 1.5 പുസ്തകം കംപ്ലീറ്റ് ആവും. അപ്പം ഇങ്ങനെയുള്ള പ്രയോറിറ്റീസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമയം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. നമ്മൾ ഇത്രയും നേരം പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഓൺടർപ്രണറിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ്റെ പുറകിൽ എപ്പോഴും അയാളൊരു ഒറ്റ വ്യക്തി മാത്രമല്ല, അയാളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അയാളുടെ കൂടെ നിൽക്കുന്ന ഒരു ഫാമിലിയുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. അല്ലാതെ ഉണ്ട്, ഫാമിലി ഇല്ലാത്ത ഓൺടർപ്രണേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ഓൺടർപ്രണറിൻ്റെ ഒരു ലൈഫ് ഭയങ്കര സ്ട്രെസ്സും സ്ട്രഗിളും ഒക്കെ ഉണ്ടാവുന്ന ഒരു ഘട്ടങ്ങളുണ്ടാവും. അപ്പം അയാൾ മാത്രം അത് സഹിച്ചാൽ പോരാ, മേ ബി അയാളുടെ ചുറ്റുമുള്ള ആളുകളും കൂടെ അയാളെ സഹിക്കേണ്ടതുണ്ട് അല്ലേ? അത്തരം കാര്യങ്ങൾ ഫാമിലിയുടെ സപ്പോർട്ട്, ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് ഒക്കെ നമുക്ക് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടാകുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ ഫാമിലിയെ കുറിച്ച് എൻ്റെ ഭാഗ്യങ്ങളിലൊന്നെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും എൻ്റെ ഫാമിലി. കാരണം വലിയ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ എൻ്റെ മാതാപിതാക്കളാണെങ്കിലും ഞാൻ മൂത്ത മകനായതുകൊണ്ടും മറ്റും എൻ്റെ ഒരു ആഗ്രഹത്തിനും ഇക്കാലം വരെ അവർ നോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പല ആളുകളും പറയുന്നത് ഫാദർ അത് പറഞ്ഞു, ഇത് പറഞ്ഞു, മദർ ഇത് പറഞ്ഞു. അവരെ കൊണ്ട് സാമ്പത്തികമായിട്ട് പലപ്പോഴും സഹായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള പരിമിതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നോ പറയാത്തൊരു പാരൻസാണ്. ഞാൻ ചെയ്യുന്നത് ശരിയായിരിക്കും, നല്ല രീതിയിലേ ചെയ്യുള്ളൂ എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അവർ നോ പറഞ്ഞില്ല. അതുപോലെ തന്നെ എനിക്ക് എടുത്ത് പറയേണ്ടതാണ് എൻ്റെ പാർട്ട്ണർ, എൻ്റെ വൈഫ് വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം ഞങ്ങളുടെ കല്യാണം കഴിയുന്ന സമയത്തൊക്കെ വളരെ വലിയ സ്ട്രഗിളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഈ പറഞ്ഞ സാമ്പത്തിക ബാധ്യതകളും മറ്റുമൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നതൊക്കെ. സോ ആ സമയത്തും ഇതൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കൂടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്ത് ആ ശമ്പളമൊക്കെ ഉപയോഗിച്ചിട്ട് കടങ്ങൾ ഓരോന്നോരോന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിയത്. സോ ആ പിന്തുണ എൻ്റെ വളർച്ചയിലും അല്ലെങ്കിൽ ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന സ്റ്റേജിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ട്. മാത്രമല്ല ഞാൻ എൻ്റെ പാഷൻ, ഇപ്പോൾ ജോലി ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ സമ്മതിക്കില്ല, നല്ല ശമ്പളമുള്ളൊരു ജോലി ഉപയോഗിക്കാൻ. പക്ഷേ അവളെൻ്റെ കൂടെ നിന്നു, നല്ല രീതിയിൽ നിന്നു. ഞാൻ രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ദുബായിലെ ജോലി കളഞ്ഞിട്ട് നാട്ടിലേക്ക് വരുന്നത്. കാരണം ഒരു മലയാളി കമ്മ്യൂണിറ്റികൾക്കിടയിലാകുമ്പോൾ ഇവിടെ നിന്നിട്ട് വേണം അതിൻ്റെ ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനെന്ന് തോന്നലിൻ്റെ പുറത്താണ്. ഇവിടെ വന്ന് ഓഫീസ് സെറ്റ് ചെയ്യുമ്പോൾ മക്കളും വൈഫും ഒക്കെ അവിടെയാണ്. ആ സമയത്ത് ഞാനിവിടെ ചിലപ്പോൾ 2-3 മാസമൊക്കെ നിൽക്കുന്ന സമയത്തും കുട്ടികളെ വളരെ നല്ല രീതിയിൽ അവിടെ നോക്കി. അവളവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കൊരു തടസ്സം വരാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഇവിടെ എനിക്ക് റിസർച്ചും കാര്യങ്ങളും ഇതിൻ്റെ സ്ട്രഗിളിംഗ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ മക്കളെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്ത് അവിടെ ഒരു ബുദ്ധിമുട്ടില്ലാതെ. മാത്രമല്ല കോവിഡ് എന്ന സമയത്ത് ഇവിടെ ലോക്കായപ്പോഴും കുട്ടികളെ അവരുടെ കാര്യങ്ങളൊന്നും ഒരു മുടക്കം വന്നില്ല. ഈവൻ എൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ലാഞ്ഞിട്ട് പോലും അവരുടെ കാര്യങ്ങളൊക്കെ അവൾ തന്നെയാണ് നോക്കിയത്. ഇപ്പോൾ ഞങ്ങൾ 2 വർഷമായിട്ട് നാട്ടിൽ തന്നെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അടുത്തൊരു വർഷത്തോടെ ഞങ്ങൾ വീണ്ടും ദുബായിലേക്ക് തന്നെ റീലൊക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ബിസിനസ് ഉണ്ട്. ഇനിയിപ്പോൾ പുതിയ 1-2 ഡിവിഷനും കൂടെ നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ദുബായ് സൗദി ബേസിട്ട് നമ്മളെ പുതിയ 1-2 ഡിവിഷൻ, ഞാൻ ഈ പറഞ്ഞ ഈ ടാർഗറ്റുകളിലുള്ള 2 ഡിവിഷനുകളൂടെ നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല മക്കളൊക്കെ അവിടെ പഠിച്ചുകൊണ്ട് കുറച്ചും കൂടെ അവിടുത്തെ ലൈഫാണ് അവർ ഇഷ്ടപ്പെടുന്നത്. എൻ്റെ ഒരു ഓപ്പറേഷൻ പ്രത്യേകിച്ചും ബെഞ്ചാലി അക്കാഡമിയുടെയും ഫ്ലൈജീനിയ അതുപോലെ തന്നെ ബ്രൈറ്റ് ഫോർടെക് ഈ 3 കമ്പനികളും അതിൻ്റെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ഹെഡ് ചെയ്യുന്ന അവളാണ്. ഫ്ലൈജീനിയ അവളുടേതാണ്, അവളാണ് അതിൻ്റെ കംപ്ലീറ്റ്. അത് സ്റ്റഡി അബ്രോഡ് പോലെ സ്റ്റഡി അബ്രോഡിലെ വിദേശത്തേക്ക് കുട്ടികളെ വിദ്യാഭ്യാസത്തിന് പറഞ്ഞത് അവൾ ആ മേഖലയിൽ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള അത് അവൾ തന്നെ സ്ഥാപിച്ച സ്ഥാപനമാണ്, അത് അവളുടെയാണ്. ബാക്കിയുള്ള 2 സ്ഥാപനങ്ങളുടെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. തീർച്ചയായിട്ടും ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു സ്ട്രെങ്ത് ആണ് എനിക്ക്. എന്തൊക്കെയായാലും ശരി, എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും ശരി, വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവണം. അതില്ലെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല. പ്രത്യേകിച്ച് എൻ്റെ യാത്രകൾ വലിയ രീതിയിൽ ഉണ്ടാവാറുണ്ട്. എല്ലാ മാസവും നമുക്ക് 1-2 രാജ്യങ്ങളിലേക്കുള്ള യാത്രകളുണ്ടാവും. അപ്പോൾ ആ സമയത്ത് കുട്ടികളുടെ കാര്യമാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഒക്കെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുന്നതും ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്ന എല്ലാം അവൾ തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ ഞാൻ ഒരു മഹാഭാഗ്യവാനാണെന്ന് പറയാൻ പറ്റും. പല വീഡിയോസിലൊക്കെ കാണുമ്പോൾ അത് ആത്യന്തികമായിട്ടൊരു സെയിൽസ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അല്ലെ? ഒരു സെയിൽസ് പേഴ്സൺ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്ത് അല്ലെ ഒരുപാട് കാലത്തൊരു എക്സ്പീരിയൻസും കൂടെ ഉള്ളത് കൊണ്ടായിരിക്കും. പക്ഷെ അത് തന്നെയാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇനി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും സെയിൽസ് ക്ലോസ് ആയില്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് പരിപാടി പൊട്ടിപ്പോകും. അപ്പോൾ അതിൻ്റെ ഒരു ചലഞ്ചസ്, ആ കാലഘട്ടത്തിൽ ഫേസ് ചെയ്ത ചലഞ്ചസും ആ ഒരു വെല്ലുവിളികളൊക്കെ തന്നെയാണോ ഇങ്ങനെ ഒരു ഇപ്പം $1 million സെയിൽസ്മാൻ പോലുള്ള ആ ഒരു അതിന് ശരിക്കും ഒരു സർവീസ് ആണോ, അത് ശരിക്കും നമ്മുടെ ഒരു കോഴ്സ് ആണോ, അത് എന്താണ്? ഞാൻ ആദ്യത്തെ എൻ്റെ കരിയർ തുടങ്ങുന്നത് സെയിൽസിലാണ്. സെയിൽസിൽ എൻ്റെ ആദ്യത്തെ കുറേ കമ്പനികൾ ഞാൻ പരാജയമായിരുന്നു.
എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സെയിൽസ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയില്ലായിരുന്നു. കമ്പനിയിൽ നിന്ന് എനിക്ക് കിട്ടിയതെല്ലാം പ്രോഡക്റ്റ് ട്രെയിനിങ് ആണ്. ഒരുവിധം എല്ലാ സ്ഥാപനങ്ങളിലും കിട്ടുന്നതും പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ട്രെയിനിങ് ആണ്. അക്കൗണ്ടന്റ് ആവേണ്ടത് എങ്ങനെയാന്ന് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, നമുക്ക് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ ഒരു ബിസിനസ് നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ഈ പറയുന്ന ആളുകൾക്കൊക്കെ ശമ്പളം കൊടുക്കുന്ന എല്ലാം സെയിൽസുകാർ കൊണ്ടുവരുന്ന റവന്യൂവിൽ നിന്നാണ്. പക്ഷെ സെയിൽസ് എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കാൻ ഒരു സംവിധാനവും ഇല്ല, ഒരു പഠനത്തിന്റെ മെത്തേഡും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളുടേതായ രീതിയിൽ പോയി സെല്ല് ചെയ്യണം. ഇപ്പം ഒരു സ്ഥാപനത്തിൽ 10 സെയിൽസ്മാൻമാരുണ്ടെങ്കിൽ 10 പേരും 10 രീതിയിലാണ് സെല്ല് ചെയ്യുന്നത്. ഏതെങ്കിലും 1-2 ആളുടെ സക്സസ് ആവും, ബാക്കിയുള്ള ആളുകൾ പരാജയപ്പെടും. സെയിൽസിലാണ് ഏറ്റവും ജോബ് ഓപ്പണിംഗ് ഉള്ളത്, സെയിൽസാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും സെയിലാണ്. ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്ന സ്റ്റാഫും സെയിൽസിലുള്ളവരാണ്. കാരണം അവർക്കിത് എങ്ങനെ വിൽക്കേണ്ടതെന്ന് അറിയില്ല, അതിന് ആദ്യം എന്തുകൊണ്ടെന്ന് അറിയില്ല, ഏത് രീതിയിൽ കസ്റ്റമറോട് ആദ്യം സംസാരിക്കേണ്ടത്, രണ്ടാമത് സംസാരിക്കേണ്ടത്, മൂന്നാമത് സംസാരിക്കേണ്ടത് അറിയില്ല. ഞാൻ ആ അറിയില്ലായ്മ കൊണ്ട് ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ സെയിൽസിനെ കുറിച്ച് പഠിക്കുന്നത്. സെയിൽസിനെ കുറിച്ച് പഠിച്ചു, സെയിൽസിന്റെ പ്രോസസ്സിനെ കുറിച്ച് ഞാൻ കുറെ വർഷങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ട്, ആഴത്തിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഏതൊരു കസ്റ്റമറും ഈസി ആയിട്ട് എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു 10 ലക്ഷത്തിൻ്റെ മേളിലുള്ള അല്ലെങ്കിൽ 20 ലക്ഷത്തിൻ്റെ മേളിലുള്ള ചില സെയിൽസ് കോളുകളിൽ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളൂ. കാരണം ഞങ്ങളുടെ കൺസൾട്ടൻസി പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് 10 ലാഖിൻ്റെ മേളിൽ വാല്യൂ ഉള്ളതിൽ മാത്രമേ ഞാൻ മീറ്റിങ്ങിന് പോകാറുള്ളൂ. പക്ഷെ അതെനിക്ക് ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു സെയിൽസിന്റെ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ കസ്റ്റമർ ഈസി ആയിട്ട് തൻ്റെ പ്രൊഡക്റ്റിന്റെ വാല്യൂ കൺവിൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് അറിയാത്തത് കൊണ്ടാണ് പല സെയിൽസ്മാൻമാരും പരാജയപ്പെടുന്നത്, പല ബിസിനസ്സും പരാജയപ്പെടുന്നു. ആ സെയിൽസ് ടീമിന് സെയിൽസ് അറിയാന്ന് പറഞ്ഞ ബിസിനസ്സിന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമാണ്. ആ അത്യാവശ്യമായിട്ടുള്ള ഡെയിലി ബ്രെഡ് ആൻഡ് ബട്ടർ കീപ്പ് ചെയ്യാൻ സഹായിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് സെയിൽസ് $1 million സെയിൽസ്മാൻ എന്ന ട്രെയിനിങ്. അതൊരു 2 ടൈപ്പുള്ള ട്രെയിനിങ്ങിന്റെ പേരാണ് $1 million സെയിൽസ്മാൻ. അത് 1 ഡേ ഓഫ്ലൈൻ ട്രെയിനിങ് ആയിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. റെഗുലർ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, 1 ഡേ ഓഫ്ലൈനിൽ ഒരു ഫുൾ ഡേ ക്ലോസിംഗ് ടെക്നിക്കുകൾ പഠിപ്പിക്കും. ഇനി അതല്ല, ഇതിനെക്കുറിച്ച് കുറച്ച് ആഴത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. 43 ഡേയ്സിന്റെ ക്ലാസ്സുകളായിട്ട് ഈ കോഴ്സ് അവൈലബിൾ ആണ്. ഇത് പ്യുവർലി ഒരു യഥാർത്ഥ സെയിൽസ്മാന് സെയിൽസ് എന്താണെന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും ആധികാരികമായിട്ടുള്ള പ്രാക്ടിക്കൽ കോഴ്സാണ് സെയിൽസ് $1 million സെയിൽസ്മാൻ സെയിൽസിലെ. കാരണം കേരളത്തിലെ നമ്പർ 1 സെയിൽസ് ട്രെയിനിങ്ങും $1 million സെയിൽസ്മാൻ തന്നെയാണ്. എല്ലാ ഫ്രീക്വൻസിയിലും ഒരുപാട് ആളുകൾക്ക് അതിലൂടെ സഹായം കിട്ടിയിട്ടുണ്ട് സെയിൽസ്. അതാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരു സെയിൽസ്മാൻ അല്ലേ, അപ്പോൾ അയാൾ ഇപ്പോൾ പല ക്ലയൻസിനും മീറ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അയാൾ വളരെ വിധേയത്തോടു കൂടി സംസാരിക്കുന്ന കേൾക്കാറുണ്ട്. അത്രയും വിധേയപ്പെട്ട് ഒരാളിനോട് സംസാരിക്കേണ്ട അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനോട് സംസാരിക്കേണ്ടതുണ്ടോ? ഈ വിധേയപ്പെടുക അല്ലെങ്കിൽ സബ്മിസീവ് ആകുക, ഡോമിനൻ്റ് ആകുക, ഇതല്ല. അത് എങ്ങനെയാന്നുള്ളതും ഏത് രീതിയിലെന്നുള്ളതല്ല. ഒരു സെയിൽസ്മാൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് ആ സെയിൽ എങ്ങനെ ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. തൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തി ഹൈലി ഡോമിനൻ്റ് ക്യാരക്ടർ ആണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ മുന്നിലിരിക്കുന്ന ആള് ഒരു സബ്മിസീവ് ആയി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ള സ്റ്റേജിലാണെങ്കിൽ ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടി ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് മുന്നിലിരിക്കുന്ന ആളൊരു അഭിപ്രായം ഇല്ലാത്ത, ഡിസിഷൻ എടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് വിധേയനായി നിന്ന് കഴിഞ്ഞാൽ കച്ചവടം നടക്കൂല, അവിടെ തീരുമാനത്തിലെത്തൂല. ഞാൻ ആലോചിച്ചിട്ട് മറുപടി പറയുന്നത് അവിടെ ചിലപ്പോൾ നമ്മൾ ഡോമിനൻ്റ് ആണ്ടിരും. സെയിൽസ്മാൻ്റെ ക്യാരക്ടർ എടുക്കേണ്ടത് കസ്റ്റമറെ മനസ്സിലാക്കിയിട്ടാണ്. മുന്നിലിരിക്കുന്ന കസ്റ്റമർ ഏത് ടൈപ്പാണ്, അയാളുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അത് സംസാരിച്ച് വരുമ്പോൾ അയാളുടെ ഡിസിഷനുകളും അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലൂടെയൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റണം. അത് അയാളുടെ കഴിവാണ്, അതൊരു ആർട്ടിസ്റ്റിക് സ്കില്ലാണ്. സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യാന്ന് പറഞ്ഞ് അയാൾ ഉണ്ടാക്കിയെടുക്കേണ്ട അയാളുടെ ഉള്ളിലുള്ളൊരു കലാകാരന്റെ കഴിവാണ്. അതിനനുസരിച്ചിട്ട് മുന്നിലിരിക്കുന്ന ആളുടെ ക്യാരക്ടറിനനുസരിച്ചിട്ട് സെയിൽസ്മാൻ്റെ സ്വഭാവത്തെ ക്രമീകരിക്കുകയാണ് സെയിൽസ്മാൻ ചെയ്യേണ്ടത്. ഇപ്പോൾ താങ്കളുടെ പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിലെ നമ്പർ 1 സെയിൽസ് കോച്ച് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ആ പറയുന്ന സ്റ്റേറ്റ്മെന്റിന് പിന്നിലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. എന്താണ് ആ കോൺഫിഡൻസ്? അതായത് കേരളത്തിൽ നമ്പർ 1 സെയിൽസ് കോച്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രാക്ടിക്കലായിട്ട് ഒരു സെയിൽസ് പ്രോബ്ലം, സെയിൽസ് മാത്രം, മോട്ടിവേഷൻ അല്ല, അല്ലെങ്കിൽ കുറെ കഥകളല്ല, കുറെ തമാശകളല്ല. നിങ്ങൾ സെയിൽസുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലത്തിനാണ് ഞങ്ങളുടെ കോഴ്സിന് വരുന്നതെങ്കിൽ അത് മാത്രം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ് $1 million സെയിൽസ്മാൻ എന്ന് പറയുന്ന ട്രെയിനിങ്. അത് ഏറ്റവും കൂടുതൽ ആളുകളെ ഈ കഴിഞ്ഞ കാലയളവിൽ
അത് ചുരുങ്ങിയത് 2000 ആളുകളിൽ കൂടുതൽ ആളുകൾ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരൊറ്റ ഇവന്റിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതും ഈ ഫ്രീ ട്രെയിനിങ്ങുകളല്ല. ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ചില ഇവന്റുകൾ ഫ്രീ ആയിട്ട് വിളിച്ചു വരുത്തി ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ ട്രെയിനിങ്ങുകൾ നടക്കാറുണ്ട്. ഞങ്ങളുടെ ഒരു പ്രോഗ്രാമും ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാറില്ല. ചില വെബിനാറുകളൊക്കെ നമ്മൾ ചിലപ്പോൾ നടത്താറുണ്ടെങ്കിൽ പോലും ഫ്രീ അല്ല. ഞങ്ങളുടെ ഒരു പ്രോഗ്രാമും ഫ്രീ അല്ല. അതായത് അത് ആ കോഴ്സ് അതിനൊരു വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനെ സീരിയസ് ആയിട്ട് ചെറിയൊരു ഫീസെങ്കിലും കൊടുത്ത് വരുന്ന ആൾ മാത്രമേ വരാൻ പാടുള്ളൂ നിർബന്ധ രീതിയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സെയിൽസ് ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രാക്ടിക്കൽ സെയിൽസിൻ്റെ സൊല്യൂഷൻ കൊടുത്തു എന്നത് തന്നെയാണ് $1 മില്യൺ സെയിൽസ്മാനും ഞങ്ങളുടെ കോഴ്സും നമ്പർ 1 ട്രെയിനിങ് ആണ് സെയിൽസിൽ എന്ന് പറയാനുള്ള കാരണം. ആ ഒരു കോൺഫിഡൻസ് താങ്കൾ അതിലൂടെ പറഞ്ഞു വയ്ക്കുന്ന ആ ഒരു കോൺഫിഡൻസ് താങ്കളുടെ മുന്നിൽ വന്നിരിക്കുന്ന അനേകായിരം പേർക്ക് അത് പകർന്നു നൽകാൻ കഴിയട്ടെ. ഇനിയും മുന്നോട്ട് വലിയ ഉയരങ്ങളിലേക്ക് ബെഞ്ചാലി അക്കാഡമി അല്ലെങ്കിൽ കസാക്ക് ബെഞ്ചാലി എന്ന വ്യക്തി എത്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. വളരെ സന്തോഷം നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് എ ലോട്ട്.